ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൺഡേ സ്കൂൾ വാർഷികത്തോടുള്ള ബന്ധത്തിൽ ഈ സ്ഥലം സഭയിൽ കടന്നു വന്ന് കഴിഞ്ഞ 2 ദിവസവും ഇന്നും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുവാൻ ഈ സഭ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടെ എന്നെ ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയ ബഹുമാനപ്പെട്ട സത്യദാസ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ അനേക നാളുകൾ ഈ ശുശ്രൂഷയെ ഓർത്തത് എന്ന് ഞാൻ അനുഭവിച്ചറിയാനായിട്ടിടയായി. കാരണം ഓരോ സ്ഥലങ്ങളിലും ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഈ ശുശ്രൂഷിക്കുന്ന നമുക്ക്, അതായത് ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും, അത് മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത്. അതിവിടെയും എനിക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. ഏറെ ചിട്ടയോടും ക്രമത്തോടും കൂടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് വിളിച്ചറിയിക്കുന്നതാണ്. സാധാരണ വചനം സംസാരിക്കുമ്പോൾ ഈ അനേക സ്ഥലങ്ങളിൽ അനേക ആളുകളുടെ മുൻപിൽ സംസാരിക്കുന്ന ഒരു ആളാണ് ഞാൻ. എന്നാൽ ഈ ചിലയിടത്ത് സംസാരിക്കാനായിട്ട് ഭയങ്കര ഒരു ഹൈ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. ഇന്നെനിക്ക് അങ്ങനെ ഒരു പ്രഷറുണ്ട്. കാരണം നമ്മൾ വളരെ ബഹുമാനത്തോടെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആത്മീയ ഗുരുക്കന്മാരായിട്ടുള്ള ചിലർ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. എന്നാലും ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏക കാര്യം എന്നുള്ളത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം, സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ സ്ഥലം സഭയും വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന വിഷയമാണ് നാം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അടിയന്തരമായിട്ട് വേണ്ട ദൈവത്തോടുകൂടെയുള്ള, ക്രിസ്തുവിനോടുകൂടെയുള്ള ആ സംസർഗം, യാത്ര, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നാം ആദ്യത്തെ ദിവസം ചിന്തിച്ചത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ ചുവടുവയ്പും. അതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിജയകരമായ ജീവിതം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം, ആദ്യത്തെ ദിവസം നാം ചിന്തിച്ചത്. ഇന്നലെ നാം സഭയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി സഭയിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നാം അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. സഭയുടെ പ്രാധാന്യവും സഭയുടെ ഗൗരവത്തെയും കുറിച്ച് ചിന്തിക്കാനായിട്ടിടയായി. ഏതൊരു വിശ്വാസിക്കും വിജയകരമായി ജീവിക്കണമെങ്കിൽ സഭ എന്നുള്ള സംവിധാനമില്ലാതെ സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം ഇന്നലെ വളരെ വ്യക്തമായി വചനത്തിൽ നിന്ന് കേട്ടത്. കാരണം സഭ ഇല്ലെങ്കിൽ വിശ്വാസിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സഭ ഒരു വിശ്വാസിയുടെ വിജയകരമായ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാണ് നാം ഇന്നലെ ചിന്തിച്ചത്. ഈ 2 ഭാഗവും നാം ചിന്തിച്ചത് വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഇന്നും വേദപുസ്തകത്തിലെ മറ്റൊരു സുപരിചിതമായ സംഭവം, അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്, ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരായതുകൊണ്ട്, ഈ ഭൂമിയിൽ ഈ പാപകരമായ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഏത് നിമിഷവും നാം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിന്ന് താഴെ വീണു പോകാം. അതായത് പാപത്തിൽ വീണു പോകാം, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നാം പ്രതികൂലങ്ങളിൽ വീണ് ചിലപ്പോൾ ആ ദൈവസ്നേഹം തന്നെ നാം നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യതയുണ്ട്. ഈ ഭൂമി അങ്ങനെയുള്ള ഒരു ഭൂമിയാണ്. സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ പാപരഹിതമായ ജീവിതം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നാം രക്ഷിക്കപ്പെട്ട് ജീവിതം ആരംഭിച്ചു തുടങ്ങിയാൽ ഏത് സാഹചര്യത്തിലും നാം പ്രലോഭനങ്ങളിലോ പിശാചിൻ്റെ ആക്രമണങ്ങളിലോ അകപ്പെട്ട് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിന്ന് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്, വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്ത് നിന്ന് നാം ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 15. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം. കർത്താവായ യേശുക്രിസ്തു 3 ഉപമകളാണ് ഈ 15-ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നത്.
എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത് 2 മക്കളിൽ കാണാതെ പോയ ഒരു മകനെ കുറിച്ചാണ്. എന്നാൽ അതിന് തൊട്ടു മുൻപുള്ള 2 ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നഷ്ടപ്പെട്ട 100 ആടുകളിൽ 1 ആട് നഷ്ടപ്പെട്ടു പോയി. അതാണ് 15-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 100-ൽ 1 നഷ്ടപ്പെട്ടു. ഇനി 8, 9, 10 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? ദ്രഹ്മയെക്കുറിച്ചാണ്. എത്ര ദ്രഹ്മയുണ്ടായിരുന്നു, എത്ര എണ്ണം നഷ്ടപ്പെട്ടു? എത്ര കേട്ടില്ല? 10. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുവേ. 10 എണ്ണം ഉണ്ടായിരുന്നു, 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഉപമ. 3-ാമത്തെ ഉപമ 11-ാമത്തെ വാക്യം മുതൽ 32 വാക്യം വരെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. 2 മക്കളുണ്ടായിരുന്നു, അതിലൊരാൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഉപമകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട്. അതായത് ഉപമകളിൽ വച്ചുകൊണ്ട് ഒരിക്കലും ഉപദേശ വിഷയങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഓരോ ഉപമയ്ക്കും പ്രത്യേകമായ ഒരു പ്രധാനപ്പെട്ട ആശയമായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട മകനെക്കുറിച്ച് പറയുന്ന ഉപമയിൽ സ്നേഹവാനായ പിതാവും നഷ്ടപ്പെട്ട മകനും, ഇതാണ് അവിടുത്തെ പ്രമേയം. അത് മാത്രമേ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാവൂ എന്നുള്ളതാണ്. എന്നാൽ ഉപമകളിലൊക്കെ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ അനേക ചിന്തകൾ നമുക്ക് കിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, പ്രായോഗിക ജീവിതത്തിന് നാം വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നാം ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്ന് പിറക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഏറെ സുപരിചിതമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അപരിചിതമായ ചില ചിന്തകൾ തരണമേ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളെ പോലെ പ്രാർത്ഥനയോടെ ഇരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. 2 മക്കൾ, ഒരു ഭവനത്തിലെ 2 മക്കൾ. കർത്താവ് പറയുന്നത് ഒരു ഉപമയാണ്. ഇത് പറയുമ്പോൾ ഇത് ആര് കേൾക്കാനായിട്ടാണ് പറയുന്നത് എന്നുള്ളത് കൂടെ നമ്മുടെ മനസ്സിൽ വെച്ചോണം. എങ്കിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ഇത് ആരോടാണ് ഇത് പറയുന്നത്? 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരുടെയും നടുവിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് പറയാനാണ് ഈ 3 ഉപമകൾ പറഞ്ഞത്. അപ്പോൾ മുൻപിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ പഴയ നിയമത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും ക്രമങ്ങളും അതുപോലെ പറഞ്ഞു കൊടുക്കുകയും അത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ ആ നിയമം ഇമ്പോസ് ചെയ്യുക, മറ്റുള്ളവരുടെ മേൽ ആ നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. വേദപുസ്തകത്തിന് അരച്ച് കലക്ക് കുടിച്ച് പഠിച്ച ഒരു കൂട്ടം ശാസ്ത്രിമാരവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളോടാണ് യേശു കർത്താവ് ഇത് പറയുന്നത്. യേശു കർത്താവ് ഈ ഉപമ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ ആദ്യം പറയുന്ന ആദ്യത്തെ കാര്യം, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത്, അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു.
സ്വന്തം പിതാവിനോട് ഈ മകൻ ചോദിക്കുകയാണ്, പപ്പാ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണം. ഈ ഭാഷയുടെ പിന്നിലൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്വന്തം മാതാപിതാക്കന്മാരോട് മക്കളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ മോനെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഭാര്യമാർ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഈ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ചോദ്യത്തിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഈ പപ്പയോട് ഈ മകൻ ചോദിക്കുകയാണ്, പിതാവേ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. ഇത് ഈ മകൻ വഴക്ക് കൂടിയിട്ടല്ല ചോദിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയുണ്ട്. ഈ മകൻ ഈ പിതാവുമായിട്ട് വഴക്ക് കൂടിയിട്ട്, നമ്മുടെ മലയാളി ടൈപ്പ് ചോദിപ്പല്ല ഇത്. ഈ മകൻ വഴക്ക് കൂടിയിട്ട് എൻ്റെ പങ്കെല്ലാം ഇപ്പം തന്നെ തരണം എന്ന് പറഞ്ഞ് വഴക്ക് കൂടിയല്ല ചോദിക്കുന്നത്. വഴക്ക് കൂടി ആയിരുന്നെങ്കിൽ അവിടെ ഒരു സൂചനയുണ്ട്. അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. 13-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഒരു വാക്ക് അവിടെ ഉണ്ട്. ഏറെ നാൾ കഴിയും മുമ്പേ വായിച്ചോ. ഇളയ മകൻ സകലവും സ്വരൂപിച്ചു. അപ്പൻ പകുത്തു കൊടുത്തിട്ട് ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ. അപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഈ മകൻ എന്ത് ചെയ്ത് കാണും? ഒരു 5-6 ദിവസം കൂടെ ഈ പപ്പയുടെ കൂടെയൊക്കെ താമസിച്ച് കാണും. അപ്പോൾ വഴക്കുണ്ടാക്കി കിട്ടിയ ദിവസം അന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി പോയതല്ല, മറിച്ച് ഈ മകൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞു എന്തായിരിക്കും? കാരണം ഈ പിതാവിൻ്റെ വീടിനെ കുറിച്ച് പിന്നാലെ വിവരിക്കുന്നുണ്ട്. ഈ പിതാവിൻ്റെ വീട്, സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ അനേക ജോലിക്കാരുണ്ട്. ഭക്ഷണം ആവശ്യത്തിലധികം കഴിച്ച് തൃപ്തരാകുന്നു. അപ്പോൾ ധാരാളം ജോലിക്കാരുള്ള ഒരു വീട്, ആ വീട്ടിലുള്ള ജോലിക്കാർക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പിതാവ് ആ സമൂഹത്തിൽ സാധാരണ നിലയിൽ നിന്നും അല്പം ഉയർന്ന എല്ലാ സാമ്പത്തിക സ്ഥിതിയുമുള്ള ഒരു പിതാവ്. ഈ പിതാവിനെ കണ്ടു വളർന്ന 2 മക്കൾ. അതിലൊരു മകൻ പറയുകയാണ്, പിതാവേ എനിക്ക് വരേണ്ടുന്ന വസ്തുവക എനിക്ക് തരണം. എന്തിന്? ഇനി ആലോചിച്ച് പറഞ്ഞേ. എന്തായിരിക്കും ഈ മകൻ്റെ ഉള്ളിൽ ആഗ്രഹം? പപ്പ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പൊക്കെ ആയി. എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പപ്പയുടെ കീഴിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഞാനും ഒന്ന് ശരിയായിട്ടുണ്ട്. എനിക്കും സ്വന്തം കാലിൽ നിൽക്കണം. എനിക്കും വ്യക്തിപരമായിട്ട് ചില സ്വാതന്ത്ര്യങ്ങൾ വേണം. എനിക്കും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടത്തിയെടുക്കണം. അതിന് എനിക്ക് വരേണ്ടുന്ന പങ്ക് തരിക. ആ വരേണ്ടുന്ന പങ്ക് എന്നുള്ളതിന് സാധാരണ പറയുന്ന കോടതി ഭാഷയാണ്. ഈ മകന് വേറൊരു രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? എങ്ങനെ ചോദിക്കാം? പപ്പ എനിക്ക് ചില ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തരികയാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നേനെ. നമ്മൾ ക്രൈസ്തവർ അടിയന്തരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വാക്കുണ്ട്. എന്തെന്നറിയാമോ? ഈ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിക്കണം. നമ്മൾ വിനയത്തോടെ സംസാരിക്കാൻ നമ്മൾ ക്രിസ്ത്യാനികൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലെ ഭാഷാ രീതികളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. എന്തായാലും ഡിസംബർ 31 ആകുന്നതിന് മുമ്പേ ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഈ മിക്കവാറും നമ്മുടെ ഭാഷകൾ ഈ മറ്റേ ഫറവോൻ്റെ കൊട്ടാരത്തിലെ പോലെയാണ്. ഇട് ഫാന്, ഓൺ ചെയ് ലൈറ്റ്, എട് വെള്ളം. അല്പം കൂടെ നമുക്ക് പൊളൈറ്റായിട്ട് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ആ ഫാനൊന്ന് ഇടാമോ? ആ ലൈറ്റൊന്ന് അണയ്ക്കാമോ? ഇതെന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഇതാ പഠിപ്പിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 5. യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു തൻ്റെ വാക്കുകൾ ഉപയോഗിച്ചത്? നമ്മൾ ഈ ഭൂമിയിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത് പോലെ വാക്കുകൾ ഉപയോഗിക്കേണ്ടവരല്ല. നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മെ വേർപെടുത്തി വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനായിട്ടാണ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ടൊന്ന് ശ്രമിക്കാനെങ്കിലും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എങ്ങനെയാണ് യേശു കർത്താവ് അവിടെ പടകിൽ 2 പടകുള്ള ഒന്നിൽ യേശു കർത്താവ് കയറി? എന്നിട്ട് അത് വായിച്ചോ. അതിൻ്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം. കർത്താവ് യേശു ക്രിസ്തുവിനെ തിക്കിത്തിരക്കുന്നതിനിടയിൽ യേശു കർത്താവ് 3-ാമത്തെ വാക്യം 5:3. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. മതി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു.
അപേക്ഷിച്ചു. ആരോട് അപേക്ഷിക്കുന്നു? ആരോട് അപേക്ഷിക്കുന്നു? ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച മഹാദൈവം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഇന്ന് നാം കാണുന്ന ഈ ഭൂമിയെയും അതിൻ്റെ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവം ഈ ഭൂമിയുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ പഠിക്കാൻ ഇന്ന് നാസ പോലുള്ള സംവിധാനങ്ങൾ ഇന്നും പെടാപ്പാട് പെടുമ്പോൾ അതിനെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പത്രോസിന്റെ മുൻപിൽ നിന്നിട്ട് അപേക്ഷിക്കുകയാണ്. ഹീസ് റിക്വസ്റ്റിംഗ്, ഒന്ന് അപേക്ഷിക്കുകയാണ്, ആ പടകൊന്ന് നീക്കാമോ? കർത്താവിന് ഒരു അധികാരത്തിന്റെ ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി. ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക എന്ന് പറഞ്ഞ അതേ വാക്കുള്ള ദൈവം, മരിച്ച ലാസറിനെ പുറത്തു വരിക എന്ന് പറഞ്ഞ അതേ വാക്കുള്ള അതേ ശക്തിയുള്ള ദൈവം, ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് ഉപയോഗിച്ച വാക്കിന്റെ ആ ശക്തിയുള്ള ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ സംസാരിക്കുന്നത്? ഇതൊന്ന് നീക്കാമോ? പ്രിയ സഹോദരങ്ങളെ, ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇത് ആരംഭിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത് പുറത്തു വരണം. നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് മറ്റുള്ളവരെ അറിയണം നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന്. നമ്മുടെ വാക്കുകൾ ഏറ്റവും ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കണം എന്ന് ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്കൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആരുടെ വാക്ക്, ആരുടെ സംസാരം? നമ്മുടേത്. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മുടേത് റെക്കോർഡ് ചെയ്യത്തില്ല. ബാക്കി പറ. അടുത്തവൻ്റെതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അടുത്ത് ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണമെന്ന് നോക്കാൻ. അടുത്തവൻ്റെതെല്ലാം റെക്കോർഡ് ചെയ്യും, നമ്മുടേതൊന്നും റെക്കോർഡ് ചെയ്യത്തില്ല. മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്ന രീതി, ഭാര്യയോട് സംസാരിക്കുന്ന രീതി, ഭർത്താവിനോട് സംസാരിക്കുന്ന രീതി, മക്കളോട് നമ്മൾ സംസാരിക്കുന്ന രീതി ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ട് നോക്കണം. എന്തൊക്കെയാണ് ശരിയാക്കേണ്ടത് ഒന്ന് എഡിറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട്. കർത്താവായ യേശു ക്രിസ്തു 12 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കന്മാർ വന്ന് യേശു കർത്താവിനോട് യെരുശലേമിൽ വെച്ച് പറയുകയാണ്, മകനെ നീ ഞങ്ങളോട് ചെയ്തതെന്ത് എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 42 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ, ആ 50 അടുക്കുന്ന വാക്യങ്ങളിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഈ ഒന്നും അറിയാത്ത മകൻ്റെ തലയിൽ എല്ലാ തെറ്റും കൊണ്ടിട്ടു ഈ മാതാവ്. മോനെ ഞങ്ങളോട് എന്തിനടാ ഇങ്ങനെ കാണിച്ചത്? ആ ആശയത്തിലാണ് ചോദിക്കുന്നത്, ഞങ്ങളോട് എന്തിനിങ്ങനെ ചെയ്തു? ഉടനെ തൊട്ടടുത്ത് എഴുതി വച്ചിരിക്കുകയാണ്, എന്നിട്ടും ഒന്നും അറിയാത്ത ഈ മാതാപിതാക്കന്മാരുടെ മുൻപിൽ കർത്താവ് കീഴടങ്ങിയിരുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന യൗവനക്കാരോടും കുട്ടികളോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. രക്ഷിക്കപ്പെട്ടു പക്ഷെ കീഴടങ്ങുന്നില്ല, രക്ഷിക്കപ്പെട്ടു പക്ഷെ സഭയ്ക്ക് കീഴടങ്ങുന്നില്ല എങ്കിൽ റീചെക്ക് ചെയ്യണം. ആം ഐ റിയലി സേവ്ഡ്? ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണോ എന്നൊന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ കീഴടങ്ങേണ്ട കാര്യങ്ങളൊന്നും ശരിയാക്കുന്നില്ല, സഭയ്ക്ക് കീഴടങ്ങുന്നില്ല, വിശ്വാസികളുടെ മുൻപിൽ ഞാൻ എൻ്റെ വാക്കുകൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു? പിന്നെ എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? ഈ നാക്കൊരു വല്ലാത്ത സാധനമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ. ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ വെള്ളം, പെപ്സി, മിരിൻഡ, കൊക്കക്കോള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കണമെങ്കിൽ കടയിൽ പോയി ചോദിക്കുകയൊന്നും ചെയ്യണ്ട. ഒരു പ്രത്യേക ഫ്രിഡ്ജ് പോലെ ഒരു സംവിധാനം കാണും, അതിൽ ഒരു ചെറിയൊരു പൈപ്പും കാണും, ഒരു കുഞ്ഞു പൈപ്പ് കാണും. ആ പൈപ്പിൻ്റെ മുകളിൽ പെപ്സിയുടെ ആണെങ്കിൽ പെപ്സിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും, പിന്നെ കൊക്കക്കോള ആണെങ്കിൽ കൊക്കക്കോളയുടെ സ്റ്റിക്കർ, ചൂടുവെള്ളമാണെങ്കിൽ ഹോട്ട് വാട്ടർ എന്ന് എഴുതിയിട്ട് സ്റ്റിക്കർ, തണുത്ത വെള്ളമാണെങ്കിൽ അത്, കോഫി ആണെങ്കിൽ അത്, ടീ ആണെങ്കിൽ അത്, ഇങ്ങനെ ഒരു 4-5 പൈപ്പ് കാണും. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു കോയിൻ ഇടേണ്ടടുത്ത് അങ്ങ് ഇടുന്നു, എന്നിട്ട് ഈ ഗ്ലാസ്സുമായിട്ട് ഏത് സാധനമാണോ വേണ്ടത് അതിൻ്റെ താഴെ ഇങ്ങനെ വച്ച് നിന്നാൽ മതി, ഇത് നിറഞ്ഞു വന്നോളും. ഈ പെപ്സിയുടെ നേരെ ഉള്ള പൈപ്പിൽ വയ്ക്കുമ്പോൾ എന്തേ വരത്തുള്ളൂ? ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ കീഴെ വച്ചാൽ എന്തേ വരത്തുള്ളൂ? ചൂടുവെള്ളം. നമ്മുടെ വീട്ടിലും എന്തുണ്ട്? പൈപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ പൈപ്പ് തുറന്ന് മറ്റേ ഗ്ലാസ് വയ്ക്കുമ്പോൾ എന്തേ വരത്തുള്ളൂ? കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് ഒരിടത്ത് പോയി ചോദിച്ചപ്പോൾ ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ശബ്ദം മാത്രമേ വരത്തുള്ളൂ. വെള്ളം നമ്മുടെ കേരളത്തിലെ പൈപ്പുകളാണല്ലോ, ശബ്ദം മാത്രമേ വരത്തുള്ളൂ, വെള്ളമില്ലാന്ന്. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പെപ്സിയുടെ കീഴിൽ വെക്കുമ്പോൾ എന്താ പെപ്സി മാത്രം വരുന്നത്?
പെപ്സിയുടെ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടാങ്കുണ്ട്. അതിനകത്ത് പെപ്സിയുടെ പാനീയമാണ് വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കൊക്കക്കോളയുടെ ടാപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന വേറൊരു ടാങ്കുണ്ട്, അതിനകത്ത് കൊക്കക്കോളയാണ് വരുന്നത്. ഇത് ഏതിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് തുറക്കുമ്പോൾ വരുന്നത്. നമ്മുടെയൊക്കെ വാ തുറക്കുമ്പോൾ എന്താണ് വരുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേറെ ഒരിടത്തും പോകണ്ട. നമ്മുടെ ഹൃദയത്തിനകത്ത് കുറച്ച് ടാങ്കുകളുണ്ട്. ഈ ടാങ്കിനകത്ത് എന്ത് നിറഞ്ഞിരിക്കുന്നോ അതാണ് ഈ വായാകുന്ന പൈപ്പ് തുറക്കുമ്പോൾ വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. വിശ്വാസികളുടെ ഹൃദയത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്തോന്നറിയാമോ? പല അറകളുണ്ട്. ഞായറാഴ്ച ഒരു അറയുണ്ട്, അതിനകത്ത് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ബ്രദറെ സിസ്റ്ററെ പ്രാർത്ഥിക്കാം. അത് ഞായറാഴ്ച മാത്രം തുറക്കുമ്പോൾ വരുന്ന സാധനമാണ്. ഇനി തിങ്കളോ ചൊവ്വയോ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതെവിടെ നിന്നാണ് വരുന്നത്? എന്നിട്ട് പറയും അറിയാതെ പറഞ്ഞു പോയി ബ്രദറെ. ലോകത്തിൽ ഒരു മനുഷ്യനും അറിയാതെ ഒരു വാക്കും പറയുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡഡ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിൽ എവിടെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അറിയാതെ ദേഷ്യത്തിൽ ഞാൻ കൈ ഉയർത്തി അടിച്ചുപോയി. ഒരു മനുഷ്യനും ലോകത്തിൽ ആരും ദേഷ്യത്തിൽ അബദ്ധത്തിൽ എടുത്ത് കൈവച്ച് അടിക്കത്തില്ല. ഇത് പ്ലാൻ ചെയ്ത് വച്ചിരുന്നതാണ്. അടി കിട്ടിയവർ ഓർത്തോണം, നിങ്ങളെ പ്ലാൻ ചെയ്ത് തന്നെ അടിച്ചതാണ്. പിന്നല്ലാതെ എന്നിട്ട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയത്. ഇതെന്താ അറിയാതെ ശശി തരൂർ പോകുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും അറിയാതെ പറ്റുമോ അടിക്കാൻ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ അറിയാതെ കൈ ഇങ്ങനെ പറ്റത്തില്ലല്ലോ. അവിടെ പറ്റത്തില്ല നമുക്ക്. അപ്പം നമുക്കറിയാം ആരെ അടിക്കണം, ഏത് തീവ്രതയിൽ അടിക്കണമെന്ന്. വി ആർ ബിലീവേഴ്സ്. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവമക്കളാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതും എന്താണ് എന്ന് വളരെ ഗൗരവമായി സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. നാം തന്നെ വിശ്വസിക്കുന്നത് ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവാത്മാവ് അതിൽ വസിക്കുന്നുവെന്നുമാണ്. എന്നാൽ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ഇതല്ല പുറത്തു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്നത് മറ്റു ചിലതാണെങ്കിൽ ഫലം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാം വൃക്ഷം ഏതാണെന്ന്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഈ 2025 അവസാനിച്ച് 26 തുടങ്ങുന്നതിന് മുമ്പ്. ഒരു ശരിയായ മാറ്റം എനിക്ക് വരണമേ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ മകൻ ചോദിക്കേണ്ട രീതിയിലല്ല അത് ചോദിക്കുന്നത്. ഇനി അടുത്ത് വായിക്കാം. അടുത്ത് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ 12ാമത്തെ വാക്യം. അതെ, അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. മതി. ഈ മകൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമാണ്, എനിക്കുള്ളത് തരണം. കാരണം ഇത് വച്ച് വേണം എൻ്റെ ചില കാര്യങ്ങൾ നടത്താൻ. എൻ്റെ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങളുണ്ട്, ഹൃദയത്തിൽ ചില സ്വപ്നങ്ങളുണ്ട്, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇത് ആണ് ഈ മകനെ ഈ പിതാവിൻ്റെ അടുത്ത് നിന്ന് അകലാനായിട്ട് ഇടയാക്കിയ കാര്യം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ ഇച്ഛകളും ആഗ്രഹങ്ങളും സ്വർഗീയ പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ നിന്ന് അകലാൻ ഇടയാക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. എൻ്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം, എൻ്റെ ഏതെങ്കിലും ഒരു ഇഷ്ടം, ഇത് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും, എൻ്റെ ഭാര്യയിൽ നിന്നും, എൻ്റെ ഭർത്താവിൽ നിന്നും, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ ആ വിലയ്ക്ക് വാങ്ങിയ സഭയിൽ നിന്നും എന്നെ അകറ്റുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം. ഈ ആഗ്രഹം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹം നടപ്പിലാക്കാൻ എന്ത് വിലയും നമ്മൾ കൊടുക്കും. ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും. എന്തിന്? നമ്മുടെ ആഗ്രഹം നടപ്പിലാക്കാൻ. പക്ഷെ കർത്താവ് നമ്മളെ രക്ഷിക്കാൻ എന്തറ്റം വരെയും പോയി, നമ്മളെ രക്ഷിക്കാൻ എന്ത് വിലയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചായിരുന്നു ചിന്തിക്കേണ്ടത്. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ ഏതറ്റം വരെയെങ്കിലും വേണമെങ്കിലും പോകും. അങ്ങയുടെ ഹൃദയം സന്തോഷിപ്പിക്കാൻ ഞാൻ ഏത് വില കൊടുത്തും തയ്യാറാകും എന്നുള്ള രീതിയിൽ പോകേണ്ടതുണ്ട്. വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 53 എഴുതി വച്ചിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 53 അതിൻ്റെ 6-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 53 വേഴ്സ് 6.
അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്ന് അറിയും. യെശയ്യാ പ്രവചനം 53. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതിനകത്തുള്ള ഒരു ഇത്, നാം എല്ലാവരും താന്താന്റെ വഴിക്ക് പോയിരുന്നു. നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാനുള്ള ആഗ്രഹം. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകളുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നല്ലവരാണ്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ നമ്മുടെ ഇഷ്ടങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ടോ? ദിവസേനയുള്ള നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാനുള്ള ശ്രമമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ ഇന്നത്തെ ദിവസം എനിക്ക് ദൈവം ദാനമായി തന്നതിനാൽ എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഈ വരുന്ന 24 മണിക്കൂറിൽ ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ എഴുതി വച്ചിരിക്കുക, താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതിൻ്റെ അപകടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഥിരം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം അറിയാതെ നമ്മളത് നഷ്ടപ്പെട്ടു. ഗൗരവം മനസ്സിലാക്കത്തില്ല. സ്ഥിരം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ രാവിലെ എഴുന്നിട്ട് ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അത് നടപ്പിലാക്കണം. നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പാപമാണ് എന്ന് ചിന്തിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 6:32. എന്താ ഇതിൻ്റെ ഗൗരവം? നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കുമ്പോഴുള്ള ഗൗരവം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്. 6:38. യോഹന്നാൻ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. മതി. കർത്താവ് ഇവിടെ ജീവിച്ച എത്ര വർഷം ജീവിച്ചു? 33.5. ശ്രദ്ധിച്ച് കേട്ടണം. 33.5 വർഷത്തിൽ ഈ സ്വന്തം കാര്യം ചെയ്യാൻ എത്ര ദിവസം എടുത്തു? ദൈവത്തിൻ്റെ കാര്യം ചെയ്യാൻ എത്ര ദിവസം എടുത്തു? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് 33.5 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇതിലൊരു ദിവസം, ഇതിലൊരു മണിക്കൂർ, ഇതിലൊരു മിനിറ്റ് പോലും സ്വന്തം ഇഷ്ടം ചെയ്യാൻ ഒന്നും സമയം മാറ്റിവെച്ചില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? അവരൊരു കൂട്ടി നോക്കിയാൽ മതി. ഒരു ഉദ്ദേശം ഞാൻ പറയണം. 10 വർഷമായ ഒരാൾ, രക്ഷിക്കപ്പെട്ട് 10 വർഷമായ ഒരാൾ ഇവിടെ ഇരിക്കുകയാണെന്ന് അങ്ങ് ചിന്തിച്ചോ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ എത്ര പേരോട് വഴക്ക് കൂടിയിട്ടുണ്ട്? ഞാൻ എൻ്റെ സ്ഥാനമുറപ്പിക്കാൻ, ഞാൻ എൻ്റെ കാര്യം നടപ്പിലാക്കാൻ, എൻ്റെ ആഗ്രഹം വീട്ടിൽ നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ, ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കാര്യം നടപ്പിലാക്കാൻ കൂർക്ക ബുദ്ധി ഉപയോഗിച്ച് മാതാപിതാക്കന്മാരെ കബളിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ അവിടെ നിന്നു പോവുകയാണ്. ദൈവം നമ്മളെ വിളിച്ചത് എന്താണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിട്ട് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അതിനാ നമുക്കിവിടെ ജീവൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എത്ര പേർ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു തീർത്തു? ഈ റൂമിൽ ഈ ആവശ്യമില്ലാത്ത എന്തൊക്കെയുണ്ട്? ഒരു ഉപയോഗമില്ലാത്ത ഒരു സാധനം കാണിച്ചു തരാമോ? ബാക്കിലോട്ട് കുറച്ച് പായൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ആവശ്യമുള്ളതാണ്. അതവിടെ ഇരുന്നോട്ടെ. പൊതുവെ അതായത് പർപ്പസ് ഇല്ലാതെ ഒരൊറ്റ സാധനം ഇതിനകത്തില്ല, ആണല്ലോ. ഈ മൈക്കിനൊരു ഉദ്ദേശമുണ്ട്. ഈ മൈക്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ ഇതിനെ വലിച്ചെടുത്ത് ആംപ്ലിഫൈ ചെയ്ത് മറ്റുള്ളിടത്ത് അറിയിക്കുക. അതിനാണ് ഈ വസ്തു വച്ചിരിക്കുന്നത്. ഇവിടെ വച്ചിരിക്കുന്ന ബോക്സ്, ഇവിടെ വച്ചിരിക്കുന്ന ടേബിള്, നിങ്ങളിരിക്കുന്ന ചെയർ, എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. സ്വർഗത്തിലെ ദൈവം, അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഇവിടുത്തെ സഹോദരൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ 10,000 രൂപ കൊടുത്ത് ഒരു മൈക്ക് വാങ്ങിച്ചെന്നിരിക്കട്ടെ. ഈ മൈക്ക് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേദന എന്തായിരിക്കും?
എടാ 10,000 രൂപ കൊടുത്ത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് ഇത് വർക്കാകുന്നില്ലല്ലോ, എത്ര വേദനയായിരിക്കും. ഇനി എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമെന്നുള്ളത് ഞാനും നിങ്ങളും എൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടത്തി ജീവിക്കാനല്ല, അല്ല അല്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നടക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കണം, നമ്മുടെ മക്കളുടെ മേൽ നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ, നമ്മുടെ പേര് നിലനിൽക്കട്ടെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന എന്താണ്? അവസാനത്തെ തുള്ളി രക്തവും നൽകി നമ്മളെ വീണ്ടെടുത്തപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്താണ്? ഇന്ന സ്ഥലത്തെ ഇന്ന മകനുണ്ടല്ലോ, ഇന്ന സ്ഥലത്തെ ഇന്ന മകളുണ്ടല്ലോ, അവളുടെ ജീവിതത്തിൻ്റെ സകല അംശവും അവസാനത്തെ തുള്ളി രക്തവും എനിക്ക് വേണ്ടി നൽകുമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിച്ചല്ലേ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എത്ര ശതമാനം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്? പ്രിയ സഹോദരങ്ങളെ, ഈ 2025 തീരുമ്പോൾ കർത്താവിനോട് നമ്മൾ ഉള്ള സത്യം അങ്ങ് പറയണം. കർത്താവേ, രക്ഷിക്കപ്പെട്ട സമയത്ത് അങ്ങയോടൊരു വാക്ക് ഞാൻ പറഞ്ഞു, ഒരു ഉടമ്പടി ചെയ്തു. രക്ഷിക്കപ്പെടുമ്പോൾ പറയുന്ന ഉടമ്പടി എന്താണ്? രക്ഷിക്കപ്പെട്ടവരെങ്കിലും പറ. കർത്താവെ, അങ്ങയെ എൻ്റെ രക്ഷകനും അടുത്ത് കർത്താവുമായി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കർത്താവ്? കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം. അതിൻ്റെ ഗ്രീക്ക് പോലും നമുക്കറിയാം. കർത്താവിൻ്റെ ഗ്രീക്ക് പോലും നമുക്കറിയാം. പക്ഷേ ഇത് എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ മരണം വരെ കർത്തൃത്വം നടത്തുന്ന ആൾ, എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ മരണം വരെ നിയന്ത്രിക്കുന്ന ആൾ, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ എല്ലാം ദൈവം നടത്താനായിട്ട് ഞാൻ തന്നെ സമർപ്പിക്കുന്നു. ഈ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് ഈ സാധനമാണ്, നമ്മുടെ ജഡമാണ്. ഇവനെയാണ് നമ്മൾ കുളിപ്പിച്ച് പൗഡർ ഇട്ട് സ്പ്രേ ഒഴിച്ച് മുഖത്തൊക്കെ ഇവനെയാണ് കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ശത്രുവാണ് ഇവൻ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയിട്ട് പറയണം. ശത്രുവെ, നിന്നെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇടയ്ക്കിടയ്ക്ക് പറയണം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ പറയാം. അടുത്ത് ആരെങ്കിലും നിൽക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇവനെന്തോ ഭ്രാന്താണെന്ന്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പറയണം, എടാ നീ എൻ്റെ ശത്രുവാണ് എന്ന് വേണം പറയാൻ. ഇവനൊരു വല്ലാത്ത സാധനമാണ്. ഇവനെ എന്തിനെന്നറിയാമോ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്നത്? ഇവനുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശരീരം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ശരീരം ഉപയോഗിച്ച് ഈ ശരീരം നമ്മുടെ ആത്മീക ജീവിതത്തെ പിൻവലിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ശരീരത്തെ നമ്മൾ വിജയിക്കുകയാണ്. ഈ ജഡശരീരത്തെ നമ്മൾ ജയിക്കുകയാണ്. അതെങ്ങനെയാണ് ജയിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം ഈ ശരീരത്തിൽ നിന്നുയരുന്നതാണ്. എന്നാൽ ഈ ശരീരത്തിൽ നിന്നുയരുന്ന സകല ആഗ്രഹങ്ങളോടും നിൽക്കാൻ പറഞ്ഞിട്ട്, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ ആഗ്രഹം എന്താണ്? ഈ മകൻ പിതാവിനോട് പിതാവിൻ്റെ ആഗ്രഹം ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മകൻ പിതാവിനോട്, എൻ്റെ ഇഷ്ടത്തിനുള്ള പണമാണ് എനിക്ക് വേണ്ടത്, ഞാനിവിടെ നിന്ന് പോകുകയാണെന്നാണ് പറയുന്നത്. ആ പിതാവിൻ്റെ ഹൃദയം എത്ര വേദനിച്ച് കാണും? മാതാപിതാക്കന്മാർക്കറിയാം. നമ്മുടെ പിള്ളേർ ഒരു 15 വയസ്സാകുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പെട്ടിയൊക്കെ എടുത്തിട്ട് പറയുകയാണ്, പപ്പാ ഞാൻ പോകുകയാണ്. എന്തോ തോന്നും? ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവനെ പോലെ ഉപദ്രവകാരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരിക്കും ഇവനെങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയത്. ചിലരങ്ങനെയായിരിക്കും. എന്തായാലും അത് പോട്ടെ. ഭയങ്കര വിഷമം തോന്നും. ഇത്രയും വളർത്തിയിട്ട് ഇവിടെ ഈ മകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം വായിച്ചോ. അവിടെ എഴുതി വച്ചിരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. മതി. അതിക്രമങ്ങളാലും പാപങ്ങളാലും. ഈ സ്വന്തം വഴിക്ക് തിരിയുന്ന പോലെ തന്നെ ഈ അതിക്രമം എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് മീനിങ് ശ്രദ്ധിച്ച് കേട്ടോണം. ഈ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ഈ നമ്മുടെ പാങ്ങോട് ഭാഗത്തൊക്കെ പോകുമ്പോൾ മിലിറ്ററിയുടെ അവരുടെ ഫെൻസൊക്കെ അടിച്ചിരിക്കും. അവരുടെ മതിൽ പോലുള്ള ഇതൊക്കെ കമ്പി വേലികൾ അതിലെഴുതി വച്ചിരിക്കും, ട്രസ്പാസസ് ആർ പണിഷബിൾ. അതായത് അതിക്രമിച്ച് കടക്കുന്നവനെ ശിക്ഷിക്കും. അപ്പോൾ അതിക്രമിച്ച് കടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിക്രമിച്ച് കടക്കുക എന്ന് പറഞ്ഞാൽ അതിര് വിട്ട് അങ്ങോട്ട് പോവുക, അതിര് കവിഞ്ഞു പോവുക,
പറയുന്ന അതിരിൽ നിന്നും അകത്തോട്ട് പോവുക. ദൈവം പറഞ്ഞിരിക്കുന്ന അതിരുണ്ട്, അത് ലംഘിക്കുക. നമ്മളാരും എന്തായാലും അതിര് ലംഘിക്കുന്നവരല്ല. ആണോ അല്ലയോ? ഒന്ന് പറ. അല്ല. അടുത്ത വീട്ടിൻ്റെ മതിലൊന്നും ചാടി നമ്മൾ ആരും പോകത്തില്ല. പോവോ? ഇല്ല. അവിടെ എഴുതി വെച്ചില്ലെങ്കിലും അത് അവൻ്റെ മതിലാണ്, പോകത്തില്ല. പക്ഷേ നമ്മളുടെ മനസ്സ് പോവോ? അടുത്തവൻ്റെ റൂമിൽ, അടുത്തവൻ്റെ പ്രൈവസിക്കുള്ളിൽ, അടുത്തവൻ്റെ കാര്യങ്ങൾക്കകത്ത് നമ്മുടെ മനസ്സെവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്? ഇത്രയും ദോഷകരമായ ഒരു ശരീരമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിക്കാതെ വേറെ മാർഗമില്ല. അതിക്രമിച്ച് നമ്മുടെ ചിന്തകൾ പോകാറുണ്ടോ? ചില വ്യക്തികളെക്കുറിച്ച്, എതിർലിംഗത്തിൽപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച് അതിക്രമിച്ചുള്ള ചിന്തകൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശമായ ചിന്തകൾ, ആരോടും പറയാൻ പറ്റാത്ത ചിന്തകൾ. പുറമേ നോക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, കാര്യം ശരിയാണ്. എന്നാലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഈ തലച്ചോറിലിട്ട് ഇങ്ങനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് ആസ്വദിക്കുമ്പോഴുണ്ടല്ലോ, പിതാവാകുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്ത എങ്ങനെയായിരിക്കും? ഇവിടെ ഈ മകൻ പറയുകയാണ്, ഞാൻ പോവുകയാണ്. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാര്യത്തിലോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചോ. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. മതി. ഇവിടെ ഈ ദൈവമക്കൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ഈ മകൻ പണം ചോദിച്ചപ്പോൾ ഈ പിതാവ് വഴക്ക് പറഞ്ഞോ? ഇല്ല. ഇവന് വേറൊരു സഹോദരനുണ്ട്, അവനെന്തെങ്കിലും പറഞ്ഞോ? എടാ ശരിയല്ല നീ കാണിക്കുന്നത്, നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കേണ്ടത്. അവനെന്തെങ്കിലും തടഞ്ഞോ? ഇല്ല. ഇനി ചോദിച്ചോടം പണം കിട്ടിയോ? കിട്ടി. ഇവൻ ഇതും കൊണ്ട് എന്ത് ചെയ്തു? ദൂരദേശത്തേക്ക് പോയി. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ വിശ്വാസികളായ നാം ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതിടയ്ക്ക് ആരും തടഞ്ഞില്ല എങ്കിൽ നമ്മൾ അറിയാതെ ചിന്തിക്കും ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന്. ഇവൻ ചോദിച്ചപ്പോൾ തന്നെ പൈസ കിട്ടി. അപ്പോഴേ ഇത് മലയാളി പയ്യനായിരുന്നെങ്കിൽ ചോദിച്ച അന്ന് തന്നെ പൈസ കിട്ടി, ഇവൻ എന്തോ പറഞ്ഞേനെ? ദൈവഹിതമാണെന്ന് തോന്നുന്നു, ദൈവം എൻ്റെ മനസ്സിൽ പ്രേരണ തന്നിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ഉടനെ തന്നെ തന്നു. പിന്നെ ഞാൻ ഈ സാധനങ്ങളെല്ലാം കെട്ടിപ്പൊതിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ ചേട്ടൻ അവൻ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവഹിതമാണ്. ഈ പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ പലപ്പോഴും തടസ്സങ്ങൾ വന്നാൽ ദൈവഹിതമല്ല. ഇനി ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ അകലുമ്പോൾ ഒരു തടസ്സം വന്നില്ലെങ്കിൽ നമ്മൾ അറിയാതെ ചിന്തിക്കും ഇത് ദൈവഹിതമാണെന്ന്. യോനയോട് ദൈവം എവിടെ പോകാൻ പറഞ്ഞു? അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്. വായിച്ചോ. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജോന ചാപ്റ്റർ 1 വേഴ്സ് 1 and 2. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2-3 വാക്യങ്ങൾ. മതി. അവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം യോനയോട് പറയാണ്, യോനെ നീ ഉടനെ തന്നെ പുറപ്പെട്ട് നിനവേലേക്ക് നീ പോകണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് എഴുതി വച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. 3-ാമത്തെ വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട്. മതി. പുള്ളി എവിടെ നിന്നാണ് ഈ യാത്ര പുറപ്പെടുന്നത്? യഹോവയുടെ സന്നിധിയിൽ നിന്ന്. ഇരിക്കുന്ന യഹോവയുടെ സന്നിധിയിലാണ്. ഇരുന്നെല്ലാ ദൈവവചനം കേട്ട് ഇവിടെ നിന്ന് ചെരുപ്പിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ബാക്കി പറ.
ചെരുപ്പിട്ട് വെളിയിലിറങ്ങിയപ്പോൾ എന്താണോ കേട്ടത് അതിന് വിരോധമായി ചെയ്യാനായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തു. ഞാൻ മിക്കവാറും ഈ വചനം വായിക്കുമ്പോൾ ഇത് മലയാളികളായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. യോന മിക്കവാറും മലയാളിയാണോ എന്ന് സംശയം തോന്നിപ്പോവും. ഞായറാഴ്ച വചനം കേട്ട് ചെരുപ്പിട്ട് വെളിയിലിറങ്ങിയാൽ ഉടനെ ബാക്കി പറ. ചെരുപ്പിട്ട് വെളിയിലിറങ്ങിയാൽ ഉടനെ എന്താണോ കേട്ടത് അതിന് വിരോധമായി ചെയ്യാൻ പ്ലാൻ ചെയ്യും. ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. 2-3 ആഴ്ച കഴിഞ്ഞ് മറ്റേ ആത്മീയ തണുപ്പൊക്കെ വന്നതിന് ശേഷം സംഭവിച്ചതല്ല. ആ ചൂടോടെ ചെയ്ത കാര്യമാണ് ഇദ്ദേഹം. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹം തർസീസിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നേരെ പോവുകയാണ്. നേരെ പോയപ്പോൾ അവിടെ കപ്പൽ, കൃത്യം സൂക്ഷം കപ്പൽ ഇതാ കിടക്കുന്നു. കപ്പൽ, ദൈവമേ നന്ദി. ദൈവത്തിൻ്റെ കരുതൽ ആണോ അല്ലയോ? കാരണം വന്ന ഉടനെ തന്നെ എന്തുണ്ട്? കപ്പലുണ്ട്. ഇനി അടുത്ത സ്ട്രഗിൾ എന്നുള്ളത് ഇതിനകത്ത് സീറ്റ് ഉണ്ടോയെന്നറിയണം. അപ്പോൾ ഇദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടു. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, കൂലി കൊടുത്തു. പോക്കറ്റിൽ കൈയിട്ട് പേഴ്സിൽ നോക്കിയതും കൃത്യം പൈസയും ഉണ്ട്. ദൈവദാസനാണ്. അന്നത്തെ ദിവസം തന്നെ പോകാൻ പ്ലാൻ ചെയ്തതാണ്. ദൈവദാസന്മാർക്കറിയാം, വളരെ പെട്ടെന്നൊരു പ്ലാനിങ് നടന്നു കഴിഞ്ഞാൽ പൈസ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചോണ്ട് പോകേണ്ടി വരും. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഇദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടപ്പോൾ താണ്ടായിരിക്കുന്നു കൃത്യം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴത്തേക്കും ബാക്കി പറ, എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ, ബാക്കി പറ. ടിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ടിക്കറ്റ് കൃത്യമായിട്ട് ഇവന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ്റെ കരുതൽ ആലോചിച്ചോണം മാറ്റിയിട്ടിരിക്കുന്നു. ഇനി അകത്ത് കയറിയപ്പോഴത്തേക്കുണ്ടാ താഴെ തന്നെ ബെർത്ത് താഴെ ഇവന് ഉറങ്ങാനുള്ള സംവിധാനവും കിട്ടി. ഇത്രയും കിട്ടിയാൽ നോർമലി ഒരാൾ എന്ത് ചിന്തിക്കും? ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അനുകൂല സാഹചര്യങ്ങൾ പിശാച് ഒരുക്കി തരും. ഇത് ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന എന്തെന്നറിയാമോ? ദൈവം എത്രയോ നല്ലവൻ, ഒരു തടസ്സവും വന്നില്ല, അപ്പോൾ ഇത് ദൈവഹിതമായിരിക്കും. ഈ മകൻ്റെ ജീവിതത്തിൽ ഈ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു തടസ്സവും വന്നില്ല. തുടക്കത്തിൽ അനേക ദൈവമക്കൾ ഇന്ന് വിശ്വസിക്കുന്നത് പിശാചിനെയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. വി ബിലീവ് ദ ലൈസ്. നമ്മൾ പിശാചിൻ്റെ കള്ളം വിശ്വസിക്കുകയാണ്. എന്താണ് ആ കള്ളം? എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ അനുകൂലത വരുമ്പോൾ ഉടനെ അങ്ങ് വിശ്വസിക്കുകയാണ്, ഇത് ദൈവഹിതമാണ്, അത് ദൈവഹിതമാണ്. ഇത് ദൈവഹിതമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൈവം തടഞ്ഞില്ല? അത് ദൈവഹിതമല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം അതിനെ തടസ്സപ്പെടുത്തി എന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല? പ്രിയ സഹോദരങ്ങളെ, അനുകൂലതകൾ വച്ചൊരിക്കലും ദൈവഹിതമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. ഈ മകൻ്റെ കഥയിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അനേക കാര്യങ്ങൾ അനുകൂലം പോലെ ചിന്തിക്കാം, പക്ഷേ അതെല്ലാം നമുക്കുള്ളതല്ല എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചോണം. വേദപുസ്തകത്തിൽ ഈ ആദമിനെ കുറിച്ച് കാണുന്ന ഒരു ഭാഗമുണ്ട്. വായിക്കാം. ആദമിന് ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. 18-ാമത്തെ വാക്യം. അനന്തരം യഹോവ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയെ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. മതി 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 മതി. ഈ ദൈവാത്മാവ് എന്തിനാണ് ഈ 19-ാമത്തെ വാക്യം അവിടെ എടുത്ത് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. കാരണം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, ഞാനവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ദൈവം അടുത്ത് എന്തോ ചെയ്യേണ്ടത്? ഈ ആദമിനെ പിടിച്ച് ഗാഠനിദ്ര കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ എല്ലൂരി എടുക്കണം. അതിന് പകരം ദൈവം അതിനിടയ്ക്ക് വേറൊരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ഇവൻ്റെ മുൻപിൽ വരുത്തി തരാമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണം. തരാമെന്ന് പറഞ്ഞു, നിനക്ക് തക്കതായ തുണയെ തരാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവമാണ് മൃഗങ്ങളെ എന്ത് ചെയ്തത്? വരുത്തിയത്. ഈ മൃഗങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ദൈവം. ഇത് സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സൃഷ്ടി കഴിഞ്ഞ ഉടനെ ദൈവം പറഞ്ഞെന്താണ്? നല്ലത്. ദൈവം സൃഷ്ടിച്ചു, ദൈവം നല്ലതെന്ന് പറഞ്ഞു, എന്നിട്ടിപ്പോൾ ദൈവം ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്ന്
ഒരു പട്ടി വരുമ്പോൾ ആദ്യം എന്തോ ചിന്തിക്കും? ഇവിടെ ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാണ്, പട്ടി കുഴപ്പമില്ല, ഇവൻ തന്നെ എൻ്റെ ജീവിത പങ്കാളി, വാടാ പട്ടി. ഇതിനകത്തൊരു തിയറി ഉണ്ട്, ശ്രദ്ധിച്ചിട്ടോളം. ഓൾ ഗുഡ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ അസ്. എല്ലാ നല്ലതും നമുക്കുള്ളതല്ല. നല്ലതാണോ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നെയാണ് കൊണ്ടുവന്നത്. എന്തിനാ കൊണ്ടുവന്നതെന്നറിയാമോ? ഇത് നിൻ്റെ ജീവിത പങ്കാളിയാക്കാനല്ല, പേരിട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. പേരിട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നല്ലതല്ലേ, പിന്നെ ഇപ്പോൾ കുഴപ്പം തരും? അത് നല്ലത്, ഇത് നല്ലത്, എല്ലാം നല്ലതല്ലേ, പിന്നെ എന്താണ് എനിക്ക് കുഴപ്പം? ഇനി അടുത്ത് വേറൊരു നല്ല കാര്യമുണ്ട്. ദൈവമാണ് ഏദൻ തോട്ടത്തിൽ നടുക്കൊരു വൃക്ഷമുണ്ടാക്കിയത്. ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് വൃക്ഷം വെച്ചത് ആരാണ്? അല്ല പിശാച് കൊണ്ട് ആണോ? പിശാച് കൊണ്ട് വെച്ചതാണോ? അല്ല, ദൈവമാണ് ആ വൃക്ഷം വെച്ചത്. എന്നിട്ട് അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ. ദൈവം ആ വൃക്ഷം സൃഷ്ടിച്ചിട്ട് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2-ാമത്തെ അധ്യായം വായിച്ചോ. 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യഹോവയെ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ഒരു വൃക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഈ വൃക്ഷം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൃക്ഷമായിരുന്നു. ദൈവം തന്നെ ഉണ്ടാക്കിയിട്ട്, ദൈവം വൃക്ഷങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം കഴിയുമ്പോൾ ദൈവം ഒരു വാക്ക് പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്തോ പറയുന്നത്? നല്ലത്. ദൈവം ഉണ്ടാക്കിയ വൃക്ഷം, നല്ല വൃക്ഷം. പിന്നെ അവിടെ പ്രത്യേകം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യം, 3:6. ആ വൃക്ഷഫലം, 3-ാമത്തെ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. മതി. ഈ വൃക്ഷം കാണാനും കൊള്ളാം, പക്ഷേ ഇത് തിന്നാനുള്ളതല്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നല്ലതെന്ന് പറഞ്ഞതാണ്. ദൈവം സൃഷ്ടിച്ചതും ദൈവം നല്ലതെന്ന് പറഞ്ഞതും എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല. അതാ ഞാനീ പറഞ്ഞു വരുന്ന ആശയം. ചിലപ്പോൾ ഇതേതെങ്കിലും കുരങ്ങ് പറിച്ച് തിന്നുകയാണ്, തിന്നാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കുരങ്ങിന് നിത്യജീവൻ കിട്ടത്തൊന്നുമില്ല, പേടിക്കേണ്ട. കാരണം കുരങ്ങ് കുറച്ച് കഴിയുമ്പോൾ കാറ്റ് പോവും. ഇത് കുരങ്ങിന് തിന്നാം, പക്ഷെ ആർക്ക് തിന്നാൻ പാടില്ല? ആർക്ക് തിന്നാൻ പാടില്ല? ഇവിടെ പല കുരങ്ങുകളും പലത് കാണുകയും കേൾക്കുകയും തിന്നുകയൊക്കെ ചെയ്യും. ഉടനെ അവർക്ക് തിന്നാമെങ്കിൽ പിന്നെ വിശ്വാസിയായി എനിക്കെന്തൊരു കുഴപ്പം? നീയും പോയി നീയും പിന്നെ അതുപോലെ ആവും. ഈ ഏദൻ തോട്ടത്തിൽ മാത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. അനേക കാര്യങ്ങൾ നല്ലതാണ്, ഉപയോഗിക്കേണ്ടതാണ്, പക്ഷേ അത് ആർക്കുള്ളതല്ല. അതുകൂടെ ഒന്ന് ചിന്തിക്കണം. അത് എനിക്കുള്ളതല്ല. അത്തിയില നല്ലതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ ഈ അത്തിയില വച്ച് വസ്ത്രം ഉണ്ടാക്കാനല്ല ദൈവം പ്രതീക്ഷിച്ചത്. വായിച്ചെഴുതി വെച്ചിരിക്കുന്ന 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, ഞങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയെ ദൈവം തോട്ടത്തിൽ നടക്കുന്ന വച്ച അവർ കേട്ടു. മതി. ഈ അത്തിവൃക്ഷം സൃഷ്ടിച്ചതാരാണ്? ഒന്ന് പറ. ദൈവം സൃഷ്ടിച്ച അത്തിവൃക്ഷം. ഈ വൃക്ഷം നിൽക്കുന്നത് ഏദൻ തോട്ടത്തിലുമാണ്. അതിൽ നിന്നുള്ള ഇലയാണ് പറിച്ചത്. ഇത് പറിച്ച് തുണിയുണ്ടാക്കി കൊടുത്താരെന്നറിയോ? ഭർത്താവ്. അങ്ങർക്ക് അവാർഡ് കൊടുക്കണം. ഭാര്യയെ സംരക്ഷിക്കാനായിട്ടുള്ള പുള്ളിയുടെ നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വന്നു. ദൈവം വന്നിട്ട് എന്തോ പറഞ്ഞെന്നറിയാമോ? വായിച്ചെഴുതി വെച്ചിരിക്കുന്നത്. ദൈവം വന്നിട്ട് പറഞ്ഞത് അതിൻ്റെ 21-ാമത്തെ വാക്യം. ജീവനുള്ളവർക്കെല്ലാം യഹോവയെ ദൈവം 3:21. യഹോവയെ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. മതി. ദൈവം വന്നിട്ട് പറഞ്ഞു, ഹവ്വേ ഇത് വേണ്ട, ഇതല്ല നിനക്കുള്ളത്. ഇത് ഇലയാണ്, കാര്യമൊക്കെ ശരിയാണ്, ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്ക് സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ യു. ഇത് ഇവരൊക്കെ ഇട്ടുകൊണ്ട് നടക്കും, കുഴപ്പമില്ല, പക്ഷെ നീ ഇതിടേണ്ടതല്ല, കാരണം ഇത് നിനക്ക് കൊള്ളത്തില്ല. ഇത് മലയാളി ഹവ്വ ആയിരുന്നെങ്കിൽ ആദ്യം എന്തോ പറയുന്നറിയാമോ? എൻ്റെ അച്ചായനുണ്ടാക്കി തന്നെയാണ്, എൻ്റെ ഭർത്താവ്. ഉടനെ ദൈവം പറയണം അത് കാണാൻ കൊള്ളത്തില്ല. ഉടനെ നമ്മൾ മലയാളികൾ എന്തോ പറഞ്ഞാൽ അത് നോക്കുന്നവൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ കുഴപ്പം ആരുടെയായി? പറ നിങ്ങൾ. ദൈവമേ, അങ്ങയുടെ കണ്ണിനാണ് കുഴപ്പം. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം. ആണോ അല്ലയോ?
ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത് ഇതിനുള്ളതാണ്, പക്ഷെ അതിനുള്ളതല്ല. ഇത് അവർക്കിടാൻ കൊള്ളായിരിക്കും, പക്ഷെ എനിക്കിടാൻ കൊള്ളാമോ? ഇത് അവർക്ക് ഉപയോഗിക്കാൻ കൊള്ളായിരിക്കും, പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാമോ? ഇത് അവർക്ക് പോകാൻ പറ്റിയ സ്ഥലമായിരിക്കും, പക്ഷെ എനിക്ക് പോകാൻ കൊള്ളാമോ? അപ്പം എല്ലാ നല്ലതും നമുക്കുള്ളതല്ല. പ്രത്യേകം അത് ശ്രദ്ധിച്ചോണം. ഈ ദുഷ്ടതയേറിയ ലോകത്തിൽ എല്ലാം എല്ലാവർക്കും ഉള്ളത്. ഇതാണ് ഫിലോസഫി. ഇന്നത്തെ തത്വചിന്ത പറയുന്നതാണ്. എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു ടോയ്ലറ്റ്, സ്ത്രീകൾക്ക് വേറൊരു ടോയ്ലറ്റ്. ഇപ്പം അങ്ങനെയല്ല, യൂണിസെക്സ് എന്നാണ്. ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റാണ്. അതുകൊണ്ട് അകത്ത് കയറാൻ പേടിയാണ്. എല്ലാവർക്കും ഒന്നാണ്. വേദപുസ്തകം അങ്ങനെ ഒരു സംവിധാനം പറയുന്നില്ല. വേദപുസ്തകം അങ്ങനെ ഒരു സംവിധാനം പറയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയം പലപ്പോഴും നാം കാണുന്നില്ല. ആ വീട്ടിലെ പിതാവിൻ്റെ ഹൃദയം ഈ മകൻ അറിയാൻ സാധിക്കുന്നില്ല. എത്രയോ വിഷമകരമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. തിരിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ മകൻ അടുത്ത് ചെയ്തത് വായിച്ചോ. ഈ മകൻ അടുത്ത് ചെയ്തത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനെ ജീവിച്ചു. വസ്തുവിധ നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. മതി. ഈ മകൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഈ പോകുമ്പോഴെല്ലാം ഇവൻ്റെ മനസ്സിൽ ഭയങ്കര ആവേശമാണ്. എന്തോ ആവേശം എന്നറിയോ? എനിക്കെന്തുണ്ട്? പണമുണ്ട്, എനിക്കെന്തുണ്ട്? ബുദ്ധിയുണ്ട്. ഇനിയിപ്പോൾ എന്നെ ആരും നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എന്നെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സഭയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. സഭയ്ക്കൊരു വിശ്വാസിയുടെ മേൽ നിയന്ത്രണമുണ്ട്. അത് സഭയുടെ കാര്യം സഭയിൽ ആവശ്യമില്ലാതെ എന്നെ ഒന്നും അങ്ങനെ ഒരു പരിപാടിയില്ല. ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടു, രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനംപ്രതി കർത്താവിന് വേണമെങ്കിൽ രക്ഷിക്കപ്പെടുത്തിയതിന് ശേഷം ഇനി അവനവൻ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിലെത്തുമല്ല, അങ്ങനെ അങ്ങ് പോട്ടെ, അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ ജീവിച്ചോ എന്ന് പറയാമായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞില്ല. ഇടയന്മാരെ ഏൽപ്പിച്ചിട്ട് ആടുകളെ ശരിയായി നിയന്ത്രിക്കുന്നതിന് പ്രത്യേകം ഇടയന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനാ ഈ ഇടയന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ഇടയന്മാർ ഓരോ ആടുകളുടെയും ആത്മീക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ ആടുകൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി ആ ആടുകളെ ദൈവത്തിന് അനുരൂപമായ സ്വഭാവമാക്കുന്നതിന് ഈ ഇടയന്മാര് അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ആ ഇടയന്മാർക്ക് കീഴടങ്ങിയിരുന്നില്ലെങ്കിൽ നന്നല്ല എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ നടത്തിയവർക്ക് കീഴടങ്ങിയിരുന്നില്ലെങ്കിൽ അത് നന്നല്ല എന്ന് പറഞ്ഞാൽ അത് അപകടമായി തീരും അവസാനം. ഇവിടെ ഇദ്ദേഹത്തിന് ഒരു നിയന്ത്രണവും ആവശ്യമില്ലാതെ ഇറങ്ങിപ്പോയ മനുഷ്യൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ സഭയുടെ നിയന്ത്രണത്തിന് കീഴിലാണോ ഞാൻ, അതോ ഞാൻ കയറി സഭയെ നിയന്ത്രിക്കുകയാണോ? ദൈവം ചിലരെ മൂപ്പന്മാരായും ചിലര് ഉപദേഷ്ടാക്കന്മാരും ചിലരെ ശുശ്രൂഷകന്മാരും. അപ്പോൾ അങ്ങനെ ചിലരുണ്ട്. അതാ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ ഹയറാർക്കി സിസ്റ്റമാണ്. ചിലരുടെ കീഴിലാണ് നമ്മൾ. അത് കീഴിലായിരിക്കുന്നത് അടിമത്വം എന്നുള്ള ആശയത്തിലല്ല. കീഴിലായിരിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ വിജയകരമായി ഓടാൻ വേണ്ടിയിട്ടാണ്. ഈ ഓട്ടമത്സരത്തിൽ ആളുകൾ വന്ന് ഓടാനായിട്ട് നിൽക്കുമ്പോൾ ഓൺ യുവർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ഒരു ഷൂട്ടിങ്, ഗോ എന്ന് പറയത്തില്ല, അപ്പോഴത്തേക്ക് ഗണ്ണ് വെച്ച് അവർ ഷൂട്ട് ചെയ്യും, വെടിവെക്കും. അപ്പോഴാണ് ഓടേണ്ടത്. എവിടെയെങ്കിലും കൂടെ കയറി ഓടിയാൽ പോരാ, ബാക്കി പറ. ട്രാക്കിലൂടെ ഓടണം, എങ്കിലേ സമ്മാനം കിട്ടൂ. ഈ ട്രാക്ക് എന്നുള്ളതാണ് ഈ സഭ എന്നുള്ളത്. അടുത്തവൻ്റെ ട്രാക്കിൽ കയറി നമ്മൾ ഓടിയിട്ട് ഏതെങ്കിലും ബ്രദറൻ സഭയിൽ പോയാൽ പോരെ, ഏതെങ്കിലും ബ്രദറൻ സഭയിൽ പോയാൽ പോരാ, നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന ട്രാക്കുണ്ട്, ആ സഭയിലേ പോകാവൂ. ഇത് ഗൗരവമായ വിഷയമാണ് പ്രിയ സഹോദരങ്ങളെ, ഇത് ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഈ മകൻ്റെ കയ്യിൽ പണമുണ്ട്, സർവൈവ് ചെയ്യാനായിട്ട് നിലനിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് എനിക്ക് ഈ പിതാവ് എന്ന് പറഞ്ഞാണ് ഈ മകൻ പോകുന്നത്. വായിക്കാം, അടുത്ത് എഴുതി വച്ചിരിക്കുന്നത്
അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേപ്പാൻ അയച്ചു. മതി. എല്ലാം ചിലവഴിച്ച ശേഷം അവൻ ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു. ഏത് മനുഷ്യൻ്റെയും അഹങ്കാരം അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. There is a time that we have to put our full stop. ഒരു ദിവസം നമ്മുടെ ചിന്തകൾ, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബബലം ഇതൊന്നും നമ്മളെ സഹായിക്കാതിരിക്കുന്ന ഒരു ദിവസം വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. ഈ മകന് വലിയ സന്തോഷത്തോടെയാണ് പോയത്. പക്ഷേ ഒരു ദിവസമായപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള സകലവും നഷ്ടപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, വളരെ വിനയത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നൈമിഷിക നിമിഷത്തിൽ ഈ ദൈവം വച്ചിരിക്കുന്ന സഭയിൽ നിന്ന് നാം അങ്ങ് ഇഷ്ടമുള്ളതുപോലെ പോകുമ്പോൾ എന്നും ഓർത്തോണം, എനിക്കൊരു നല്ല സഭയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെന്നെ കൈവിടത്തില്ല. അത് ദൈവത്തിൻ്റെ സംവിധാനം തന്നെയാണ്. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ സംവിധാനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് നല്ലവണ്ണം വളരാൻ സാധിക്കും, എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് ചിന്തിക്കും. പക്ഷേ ഒരു ദിവസം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് പിടിക്കപ്പെടുന്ന ഒരു ദിവസം കാണും. ഒരു ദിവസം നാം എല്ലാവരും കൈയൊഴിഞ്ഞവരായി തീരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഭവനത്തിൽ നിന്ന് പോയാൽ, ഈ ദൈവസഭയിൽ നിന്ന് പിന്മാറിപ്പോയവരുടെ ഒക്കെ ചരിത്രം നിങ്ങളൊന്നെടുത്ത് പഠിച്ചു നോക്കുക. ആരെങ്കിലും ഒരാൾ മനസമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? ഒരാൾ. അപ്പോൾ നമുക്കങ്ങ് തോന്നും, വിശ്വാസികൾക്ക് അങ്ങ് തോന്നും ഇവിടെ ആ നിയന്ത്രണം വിട്ടു പോകണമെന്ന്. പക്ഷേ വീണ്ടും പറയട്ടെ, ദൈവം വച്ചിരിക്കുന്ന ഈ മനോഹരമായ സംവിധാനത്തെ പുച്ഛിച്ച് തള്ളരുത്. വായിക്കാം. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കുള്ളത് അതിൻ്റെ 13-ാമത്തെ വാക്യം. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു, ദൂരദേശത്തേക്ക് യാത്രയായി, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ഈ ചില പാപങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ആരും പിടിക്കത്തില്ലെന്നാണ്. ഇവൻ കുറച്ച് നാൾ ഇവൻ്റെ വണ്ടി ഓടി, കുറച്ച് നാൾ പോയി, പക്ഷെ ഒരു ദിവസം പിടിക്കപ്പെട്ടു. ആദം തെറ്റ് ചെയ്ത ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആദമിന് മനസ്സിലായി, ഞാൻ തെറ്റ് ചെയ്തു, ദൈവം അവരെ പിടിക്കാൻ വന്നു. എന്നാൽ അനന്യാസ് സഫീറയുടെ കഥ നമുക്കറിയാം. അവർ തെറ്റ് ചെയ്തു, കൃത്യം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെ ദൈവം പിടിച്ചു. അപ്പോൾ ചിലരെ മിനിറ്റുകൾക്കുള്ളിൽ പിടിക്കും, ചിലരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കും. ഇനി വേറെ ചില പാർട്ടികളെ ദൈവം കുറച്ചുകൂടെ നീട്ടിവിടും. ദാവീദ് തെറ്റ് ചെയ്തു, മിനിറ്റുകൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് 9 മാസം 10 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിക്കാനായിട്ടിടെ 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ പിടിച്ചു. ഇനി ചിലര് 2-3 വർഷം നീട്ടിവിടും. യൂദ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നു, പക്ഷേ 3.5 വർഷം കഴിഞ്ഞപ്പോൾ പിടിച്ചു. ചിലരെ മിനിറ്റുകൾക്കുള്ളിൽ പിടിക്കും, ചിലരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കും, ചിലരെ മാസങ്ങൾക്കുള്ളിലും മറ്റ് ചിലരെ വർഷങ്ങൾക്കുള്ളിലും പിടിക്കും. അർത്ഥം ഇതാണ്, പിടിക്കാതെ ഒരൊറ്റ എണ്ണത്തെ വിടത്തില്ല. God never tolerates sin. ദൈവം പാപത്തെ അംഗീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നവനല്ല. ഒരു ദിവസം അവൻ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഈ മകന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സകലവുമായിട്ട് സ്വരൂപിച്ച് മുന്നോട്ട് പോയി. തൻ്റെ ബുദ്ധി, തൻ്റെ ആരോഗ്യം, തൻ്റെ കഴിവ്, തൻ്റെ പണം, ഇതെല്ലാം അവൻ സ്വരൂപിച്ച് ഇവൻ ഭയങ്കര ആവേശത്തോടെ പക്ഷേ ഒരു ദിവസം ഇവനെല്ലാം തകർന്ന് തീരാനായിട്ടിടയായി. എന്നിട്ട് അടുത്ത് സംഭവിച്ച കാര്യം എന്തെന്നറിയാമോ? ഇത് തീർന്നപ്പോൾ ഇവൻ അടുത്ത ഓപ്ഷൻ എന്താണ്? ഇവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് ക്ഷാമവും വന്നു. അപ്പോൾ സാമൂഹികമായിട്ടും പ്രശ്നം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ഉൾപ്പെടെ ഇവനെ കൈവിട്ടു, ക്ഷാമവും വന്നു. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുത്തം പോകാൻ തുടങ്ങിയാണ്ടല്ലോ, നമ്മുടെ സകല പ്ലാനും പൊളിഞ്ഞ് സീറോയിൽ വരും. ഈ ക്ഷാമം വന്നപ്പോൾ പുള്ളി അടുത്ത പ്ലാനിലോട്ട് പോയി. ദേശത്തെ പൗരനെ ഈ പുറം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഈ വിസ തരുന്നവരുണ്ട്.
മിക്കവാറും ഈ മലയാളികളായിരിക്കും വിസ തരുന്നത്. ഈ മലയാളികളുടെ വിസയേക്കാൾ ഭയങ്കര പവർഫുൾ ഏത് വിസ എന്നറിയാമോ? അതേ രാജ്യത്തുള്ള ആരെങ്കിലും വിസ തരികയാണെങ്കിൽ. ഞാൻ US ആദ്യമായിട്ട് പോയപ്പോൾ എനിക്ക് വിസ തന്നത് വെള്ളക്കാരുടെ വിസയാണ്. അപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. അധികം ചോദ്യമൊന്നും ചോദിക്കത്തില്ല. ഇന്ന ആളാ, ഉടനെ തന്നെ നമ്മളങ്ങ്. മലയാളികളുടെ വിസയാണെങ്കിൽ കൂടുതൽ ചോദിക്കും, ആരാണ് അദ്ദേഹം, നിങ്ങളുടെ കുടുംബക്കാരനാണോ, അദ്ദേഹം എന്തിനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചത്, നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്, എന്ന് തിരിച്ചു പോകും. ഇങ്ങനെ 100 കണക്കിന് ചോദ്യം ചോദിക്കും. ആ ദേശത്തുള്ളവരാണ് നമ്മളെ ഇത് ചെയ്യുന്നതെങ്കിൽ പിന്നെ അധികം ചോദ്യമൊന്നും ചോദിക്കത്തില്ല. അത്രയും ആ സിറ്റിസൺ അത്രയും പവറുണ്ട്. ഇവിടെ ഈ കഥ പറയുമ്പോൾ ഇദ്ദേഹം നേരെ പോയത് അവിടെയുള്ള സിറ്റിസൻ്റെ അടുത്താണ്, അവിടെ ഉള്ള പൗരൻ്റെ അടുത്താണ്. പക്ഷെ ആ പൗരൻ പോലും എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കൈവിട്ടു. പൗരൻ പോലും കൈവിട്ടു. ഞാൻ ഈ സംഭവം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ സംഭവം കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് യഹൂദന്മാരോടാണ്. ഒരു യഹൂദൻ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുണ്ട്. എന്തെന്നറിയാമോ? ഒരു മലയാളി എപ്പോഴും ഉപയോഗിക്കുന്നതും ഒരു യഹൂദൻ ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്ക്. ഇനി പറ, ഇതിനേക്കാൾ ഇനി ക്ലൂ ഒന്നും തരത്തില്ല. പറ. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ അങ്ങും ഇങ്ങും ഇടയ്ക്ക് പറയുന്നുണ്ട്. ഒരു യഹൂദൻ വാ കൊണ്ടുപോലും പറയാൻ ഇഷ്ടപ്പെടാത്ത വാക്കാ വന്നി. ഈ മനുഷ്യൻ ആ നല്ല പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പോയിട്ട് അവൻ വാ കൊണ്ട് പറയാൻ പോലും ഇഷ്ടപ്പെടാത്ത ഏറ്റവും മോശമായ സ്ഥലത്ത് സമയം ചിലവഴിക്കേണ്ടി വരികയാണ്. വായിക്കാം ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാം വാക്യം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് 2ആയി പിരിഞ്ഞിരിക്കുന്നത് തന്നെ, എങ്കിലും അയവരക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. അത് നിനക്ക് അശുദ്ധം. പന്നിയെക്കുറിച്ച് പറയാം, അത് അശുദ്ധം. അശുദ്ധമെന്ന് ദൈവം കൽപ്പിച്ചതിലേക്ക് ഇവൻ്റെ കഴിവും താലന്തും പണവും എല്ലാം കൊണ്ട് അവസാനം എത്തിച്ചത് ദൈവം പറഞ്ഞ അശുദ്ധിയിലേക്കാണ്. ദൈവം അശുദ്ധമെന്ന് പറഞ്ഞതിലേക്കാണ്. പ്രിയ സഹോദരങ്ങളെ, വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ നിന്നിങ്ങനെ വഴുതി മാറി അറിയാതെ പോയി ചാടുന്ന ഏതിലെന്നറിയാമോ? ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തതും ദൈവമക്കൾ നാവ് കൊണ്ടുപോലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ പല അഴുക്കുചാലിലോട്ടും ഒരു വിശ്വാസി പോയി ചാടേണ്ടി വരും. അതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ഞാൻ ഈ കാര്യം പറയട്ടെ. ഇന്നത്തെ കാലത്തെ വിശ്വാസികൾ എന്ന് പറയുന്ന പലരുടെയും ജീവിതത്തിൽ ഈ അഴുക്കുചാലുകളിൽ പോയി വീഴുകയും ഞായറാഴ്ചകളിൽ വരുമ്പോൾ വളരെ ആത്മീകനെ പോലെ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് പലരുടെയും ഹൃദയങ്ങളിൽ കാണുന്നുണ്ട്. ഈ കൗൺസിലിംഗ് രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും കാര്യം മനസ്സിലാകാനായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഒരിക്കലൊരു സഹോദരി എന്നോട് വിളിച്ച് പറഞ്ഞു, സഹോദര, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം ഇന്ന സഭയിലെ ഇന്നിന്ന ചുമതലകൾ ചെയ്യുന്ന സഹോദരനാണ്, നല്ലവണ്ണം പ്രസംഗിക്കുന്ന സഹോദരനാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ദിവസങ്ങളിൽ വളരെ ഭക്തിയോടെ വീട്ടിൽ സമയം ചെലവഴിക്കും. ഞാൻ ഈ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹം പ്രസംഗിക്കുന്ന ദിവസങ്ങളിൽ ഏറെ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പ്രസംഗമില്ലാത്ത ആഴ്ചകൾ വരുമ്പോൾ, ചില ആഴ്ചകൾക്ക് മുമ്പേ ഇദ്ദേഹത്തിന് നറുക്ക് വീഴും പ്രസംഗിക്കാൻ, അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ കയറും. എന്നാൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ, പ്രസംഗത്തിൻ്റെ ആയതൊന്നും ഇല്ലാത്ത ആഴ്ചകളിൽ ഇദ്ദേഹം വീട്ടിലിരുന്ന് മദ്യപിക്കാറുണ്ട്. ഇറ്റ്സ് എ ട്രൂത്ത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവമക്കളെന്ന് പറയുകയും വേർപെട്ടവരെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ പുറമേ ഉള്ളത് കണ്ടിട്ടല്ല ദൈവം നമ്മെ വിലയിരുത്തുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അഴുക്കുചാലുകളിൽ പോയുള്ളത് കാര്യങ്ങളിൽ ദിവസേന അതിൽ സുഖലോലിപതനായി നടക്കുകയും ഞായറാഴ്ചകളിൽ വന്ന് ചിന്ത പറഞ്ഞ്, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ വന്ന് ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു മിനിസ്ട്രികളിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഭക്തിയുടെ വേഷം ധരിച്ചവരാണ് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് ആ ധൂർത്തപുത്രൻ്റെ അവസ്ഥ പോലെ ഏറ്റവും പരിതാപകരമായ കാര്യത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ടല്ലോ, നീതിമാനുണ്ടോ എന്ന് ദൈവം
നിന്ന് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭക്തന്മാരെത്ര പേരുണ്ട്, നീതിയോടെ ജീവിക്കുന്നവർ എത്ര പേരുണ്ട്. ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനും കൂടെ ആയെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നൊരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സൊന്നും ഉണ്ടായെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെയുള്ളവരുണ്ട്. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി പുറത്തു പോലും പറയാത്ത മോശമായ കാര്യങ്ങളിൽ പോയി ചാടി, എന്നാലും അതെല്ലാം ഒളിച്ചു വെച്ച് ആത്മീകനായി ജീവിക്കുന്ന ആരെങ്കിലും ആ രീതിയിലാണ് നമ്മുടെ ജീവിതം പോകുന്നെങ്കിൽ അത് വിജയകരമായ ക്രിസ്തീയ ജീവിതമേ അല്ല. അത് ഒരു നാളിൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഞാനിത് എൻ്റെ അറിവിലുള്ള ഒരു സാമ്പിള് മാത്രമാണ് പറഞ്ഞത്. ഈ കൗൺസിലിംഗ് മേഖലയിലായതുകൊണ്ട് ഇതുപോലെ വിഷമിച്ചു പോകുന്ന പല കഥകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ 100 വട്ടം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ കൗൺസിലിംഗ് ഫീൽഡൊന്ന് വിടണമെന്ന്. ഇതുപോലെ പ്രശ്നങ്ങൾ മറ്റ് വിഭാഗക്കാർക്കുണ്ടോ എന്ന് സംശയം. അനേക നാളുകൾ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ബ്രദറെ ഉറക്കം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞ് 2-3 മാസമായി നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട്. ഇന്ന് ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു, ഇനി നാളെയും മറ്റന്നാൾ സുഖമായിട്ട് കിടന്നുറങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നാളെ രാവിലെ അടുത്ത കോൾ വരുന്നത്. സത്യം, പുറത്ത് പറയാനായിട്ട് പറ്റാത്ത 100 കണക്കിന് പ്രശ്നങ്ങളുള്ള എത്ര വിശ്വാസികളെന്നറിയാമോ ഈ പാപത്തിൻ്റെ കൂപത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഞാൻ പറയട്ടെ, ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട വഴിയാണ് വേദപുസ്തകം പറയുന്നത്. ഇതൊന്ന് അനുസരിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി, നമ്മളെ അത്രയും പെട്ടെന്ന് രക്ഷപ്പെടും. ഈ മനുഷ്യൻ പോയി ചാടിയത് ഏറ്റവും ദുഷ്കരമായ അവസ്ഥയിലായിരുന്നു. പക്ഷേ വായിക്കാം, അടുത്ത് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ 18-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. പോയത് വലിയ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. അവസാനം പോയി എത്തിയതെന്തെന്നറിയാമോ? ഒരു നേരത്തെ ഭക്ഷണം പോലും ഇപ്പം ഇവനില്ല. ഇദ്ദേഹം പോയത് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് പോയത്, വലിയ സംവിധാനങ്ങളുമായിട്ടാണ്, ദൈവത്തിൻ്റെ വഴി വിട്ടാണ് പോയത്, ദൈവത്തിൻ്റെ നിയമം വിട്ടാണ് പോയത്. പക്ഷെ പോയി എത്തിച്ചേർന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ. പന്നികൾക്ക് ഒരു നേരത്തെ ഭക്ഷണമുണ്ട്, പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോയവന് ഒരു നേരത്തെ ഭക്ഷണമില്ല. ആ നാട്ടിലെ ഏറ്റവും മോശമെന്ന് പറയുന്ന മൃഗത്തിനുണ്ട് ഒരു നേരത്തെ ഭക്ഷണം, പക്ഷേ അവിടുത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയുടെ മകൻ ഒരു നേരത്തെ ഭക്ഷണമില്ല. ഇതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരിക്കൽ യേശു കർത്താവ് മരിച്ച സമയത്ത് ഈ പത്രോസും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും കൂടെ ഒരു പരിപാടി ചെയ്തു. എന്തെന്നറിയാമോ? പത്രോസ് എഴുന്നേറ്റ് യോഗത്തിനിടയ്ക്ക് ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുള്ള സാക്ഷ്യമാണ്. വായിച്ചോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചോ. ശീമോൻ പത്രോസ് അവരോട്, ഈ ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴ് പത്രോസ് എഴുന്നേറ്റു. പത്രോസ് പറഞ്ഞു, എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്, എല്ലാവരും എൻ്റെ സാക്ഷ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങിയത്. വായിര്. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. മതി. ഇത് മലയാളി പത്രോസ് ആണോ എന്ന് ചിന്തിച്ചു പോകും. കാരണം എന്നറിയോ, യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു. ഈ ചില പിന്മാറ്റക്കാരന്മാരുണ്ട്, എന്തെന്നറിയോ, സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പോയാൽ ഒരു ഗുണമുണ്ട്. എന്തോ ഗുണം? ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ കുറച്ച് പയ്യന്മാർ അവന്മാരും കൂടെ പോകും. നീ പോകുന്ന എങ്കിൽ ഞാനും വരാം. പോകുന്നെങ്കിൽ മിണ്ടാതെ ഇറങ്ങി പോകണ്ടേ? ചിലരങ്ങനെയാണ്, സാക്ഷ്യം പറഞ്ഞ് ഉള്ളവരെയും കൂടെ കൊണ്ടുപോകും. പുള്ളി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞാൻ പോവുകയാണേ. അപ്പോൾ ബാക്കിയുള്ളവരും പറഞ്ഞു, എങ്കിൽ വാ, നമുക്കും പോവാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അങ്ങ് പോയതിന് ശേഷം മീൻ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. എന്നിട്ട് 4-5 വാക്യങ്ങൾ. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. മതി.
ഇങ്ങനെ കൊണ്ടുപോയ ആ ശിഷ്യന്മാരെ യേശു കർത്താവ് കരയിൽ നിന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? നിങ്ങൾ പോയെന്തിനാണ്? നിങ്ങൾ വിശന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് മീൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പോയത്. നിങ്ങൾ പോയത് നിങ്ങളുടെ പഴയ ജോലി ഒന്നുകൂടെ തട്ടിക്കുടഞ്ഞെടുക്കാൻ, നിങ്ങളുടെ ഉപജീവനത്തിലേക്കാണ് നിങ്ങൾ പോയത്. കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എടാ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള വക കയ്യിലുണ്ടോ? ഈ ദൈവത്തെ വിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പ്ലാനായിരിക്കും. പക്ഷെ ദൈവം ചോദിക്കുക, എടാ ഒരു നേരത്തതിനെങ്കിലും നിനക്ക് വല്ല വകയുണ്ടോ? പന്നിക്ക് പോലും ഭക്ഷണമുണ്ട്, എടാ നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടോ? അല്പമെങ്കിലും സമാധാനമുണ്ടോ? കഴിഞ്ഞ നാളത്തേക്കാൾ സന്തോഷം ഇപ്പോൾ ഉണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലുള്ള ആ മനസമാധാനം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ അത്രയോ അകലെയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പുത്രൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ഇവൻ എല്ലാം അവസാനിച്ചപ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അവസരമായപ്പോൾ ഇവൻ ആദ്യം ചിന്തിച്ചത് എന്തെന്നറിയാമോ? വായിച്ചെഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. മതി. ഇവൻ ആദ്യം പറഞ്ഞ കാര്യം ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ, ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. ദർ ഇസ് നോ എക്സ്ക്യൂസ്. പുള്ളി എഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, ഞാൻ സ്വർഗത്തോടും നിന്നോടും. അപ്പോൾ ഏത് പാപവും ആദ്യം ഹിറ്റ് ചെയ്യുന്നത് സ്വർഗത്തിലോട്ടാണ്. പപ്പയോടാ പാപം ചെയ്തത്, പണം നഷ്ടപ്പെടുത്തി കളഞ്ഞത് വീട്ടിലെ പണമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഈ മകൻ പറയാണ്, ഞാൻ പപ്പയെ, ഞാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയോടാണ് ആദ്യം പാപം ചെയ്തത്, പിന്നീടാണ് പിതാവിനോട്. ഞാൻ അങ്ങയോടാണ് തെറ്റ് ചെയ്തത്. പരീക്ഷയ്ക്ക് തോറ്റാൽ ആദ്യം പറയേണ്ട വാക്ക് ഇതാണ്, സ്വർഗത്തിലെ ദൈവമേ, അങ്ങയോട് ഞാൻ തെറ്റ് ചെയ്തു. ഏത് തെറ്റും, മനുഷ്യരോടുള്ള ഏത് തെറ്റും ആദ്യം പോയി എഫക്റ്റ് ചെയ്യുന്നത് ദൈവത്തോടായിരിക്കും, പിന്നീടാ മനുഷ്യരോട്. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, വായിൽ വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞു, തമ്മിൽ അടിയായി, ആദ്യം പറയേണ്ടത്, ദൈവമേ, ഞാൻ അങ്ങയോട് തെറ്റ് ചെയ്തു, ഇറ്റ്സ് മൈ ഫോൾട്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി. സഭയിൽ വേണ്ടാത്ത വാക്കെന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവദാസനെ കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ വേറെന്തോ കാര്യം ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിച്ചു. ആദ്യം അത് മനസ്സിലാവുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പറയേണ്ട കാര്യം ഇതാണ്, ദൈവമേ, അങ്ങയോട് ഞാൻ തെറ്റ് ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ നാൾ ഇതുവരെയുമായിട്ടും ഇങ്ങനെയുള്ള അനേക തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പലതും ദൈവത്തോടല്ല പറയുന്നത്. നമ്മൾ പറയുന്നത്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം ഞാനിങ്ങനെ ചെയ്തു, ക്ഷമിച്ചോളണം. ചിലർ സഭയിൽ ക്ഷമ ചോദിക്കാൻ പറഞ്ഞാൽ ഈ ക്ഷമ ചോദിക്കുന്ന രീതി കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നിപ്പോവും. ഞാൻ അന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോളണം. ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് ഇവിടെ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണോ? കോടതി പോകുമ്പോൾ ഒരുത്തൻ വേറൊരുത്തനെ കുത്തി, കോടതി പോയിട്ട് ഈ കുത്തിയവനെ പിടിച്ച് നിർത്തിയിട്ട് കൂട്ടിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ അവൻ പറയാണ്, ഞാനന്ന് കത്തിയെടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയപ്പോൾ ഏവനൊക്കെയോ കൊണ്ടവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളണം. അങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ ബോധപൂർവം കത്തിയെടുത്തു, ബോധപൂർവം കത്തിയെടുത്ത് ബോധപൂർവം ഇന്ന ആളെ കൊല്ലണമെന്ന് വിചാരിച്ച് ഞാൻ കുത്തി, പക്ഷെ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം. ദാറ്റ് ഈസ് ദ ഫോർഗീവ്നെസ്. അതാണ് ക്ഷമ ചോദിക്കൽ, അതല്ലേ ക്ഷമ ചോദിക്കൽ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ളത് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിച്ചോളണം എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവദൂതം വന്നിട്ട് ഓരോരുത്തൻ്റെ ലിസ്റ്റ് എടുക്കണം, ആർക്കൊക്കെയാ വിഷമമുള്ളത്, പറ, പിന്നെ ഇനി അടുത്ത്. അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ ദൈവ സാന്നിധ്യത്തെ പലപ്പോഴും നമ്മൾ ഈ കുട്ടിക്കളി പോലെ കാണുന്നത് കൊണ്ടാണ്. കർത്താവേ, ഞാൻ അന്നങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നിന്ന ആളുകൾക്ക് വിഷമമുണ്ടായതായിട്ട് എനിക്ക് മനസ്സിലായി, അത് ദൈവത്തോടുള്ള തെറ്റായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ. ഈ മകൻ പറയുന്ന ആദ്യത്തെ കാര്യം വായിക്കാം. വീണ്ടും അടുത്തെഴുതി വച്ചിരിക്കുന്നത്, അതിൻ്റെ അടുത്തെഴുതി വച്ചിരിക്കുന്നത്, അങ്ങനെ അവൻ എഴുന്നേറ്റ്, 20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പനടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ
കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മതി. ഈ യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്. യഹൂദന്മാർ നമ്മൾ ഈ റോഡിലൊക്കെ നിൽക്കുമ്പോൾ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം. വലിയ ആളുകൾ ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപൂർവമായിരിക്കും വലിയ ആളുകൾ ഓടുന്നത്. യഹൂദന്മാരങ്ങനെ ഓടുന്ന പരിപാടിയൊന്നുമില്ല. ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ഈ പിതാവിനെ കുറിച്ച് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ഈ പിതാവ് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്നു. അത് വായിക്കുമ്പോൾ നമുക്കറിയാം ഈ പിതാവ് മിക്കവാറും വീട്ടിൻ്റെ അവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ എന്നു മുതലായിരിക്കും ആ പിതാവ് അവിടെ ഇരിക്കാൻ തുടങ്ങിയത്? കറക്റ്റ്. ഇവൻ എന്നിറങ്ങിപ്പോയോ അന്നു മുതൽ ആ പിതാവ് ആ വഴിയിൽ നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരോധമായി, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി ചില കാര്യങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ അകന്നു പോകുമ്പോഴുണ്ടല്ലോ, ഒന്നാമത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നത്? ഇവൻ മടങ്ങി വരുമോ നിലവിളിച്ചുകൊണ്ട് അതിനുവേണ്ടി പിതാവ് കാത്തിരിക്കുകയാണ്. രണ്ടാമത് അവിടെ പിതാവ് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ പിതാവ് ഇവനെ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. മലയാളി പപ്പയായിരുന്നെങ്കിൽ ഇവൻ ദൂരത്തുനിന്ന് വരുന്ന കാണുമ്പോൾ ബാക്കി പറ. എന്താ പറഞ്ഞാനെ? ഒന്നുകിൽ കഥ കടയ്ക്കും, അല്ലെങ്കിൽ വാടാ ആരുടെ വേലക്കാരൻ അവനെ കൊണ്ടുപോയി, കാരണം പന്നിയുടെ അടുത്ത് നിന്നാണ് വന്നത്, കൊണ്ടുപോയി കുളിപ്പിക്കട അവനെ. കുളിപ്പിച്ച് വൃത്തിയാക്കി വരുമ്പോൾ ഉടനെ തന്നെ പപ്പയുടെ കയ്യിൽ ഒരു ഫുൾ ലിസ്റ്റ് കാണും. നീ കൊണ്ടുപോയ സാധനങ്ങൾ എന്തൊക്കെ തിരിച്ചു കൊണ്ടുവന്നെന്ന് ചോദിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പ്രത്യേകത, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരുത്തൻ പോയാൽ അവൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അവനെ ഉള്ളതുപോലെ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ ഞാനിങ്ങനെ പറയട്ടെ. നമ്മുടെത്ത് ഒരു കണക്കും ചോദിക്കാതെ, നമ്മുടെത്ത് യാതൊരു വിധമായ വഴക്കും പറയാതെ മടങ്ങി വരുന്ന ഏവനെയും കെട്ടിപ്പിടിച്ച് അവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിലുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ തെറ്റ് ചെയ്തു പോയി, കുറ്റം ചെയ്തു പോയി, ഇനി എന്നെ ആര് സ്നേഹിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, മാനുഷികമായ സ്നേഹങ്ങളെല്ലാം പരിധികൾ വച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പരിധികളില്ലാതെ സ്നേഹിക്കുന്നവനാണ്, നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നവനാണ്. ആ ദൈവം താങ്കൾ ആയിരിക്കുന്ന അതേ സ്ഥിതിയിൽ സ്വീകരിക്കാൻ സമ്മതനാണ്. ഞാനിത് പറയുമ്പോൾ വീട്ടിലെ കാര്യം കൂടെ ഒന്ന് എടുത്തു പറഞ്ഞു പോകട്ടെ. പ്രിയ മാതാപിതാക്കന്മാരെ, നമ്മുടെ മക്കളെ അവർ ചിലപ്പോൾ വലിയ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്യത്തില്ല, പക്ഷേ ചെയ്യാൻ സാധ്യതയുണ്ട്. ചില മാതാപിതാക്കന്മാരുണ്ട്, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോടാ നീ വീട്ടിലെ മകനല്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയും. ചെയ്യരുത്. ഓൾവേസ് ഓപ്പൺ ദ ഡോർ. എപ്പോഴും ഈ വീടിൻ്റെ വാതിലൊന്ന് തുറന്നിട്ടോളണം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നു. എന്നെ ഇവിടെ നിന്ന് ഒരു മോള് ഫോൺ ചെയ്തു. 13 വയസ്സുള്ള ഒരു മോള്. ഭയങ്കര വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. 13 വയസ്സുള്ള ഒരു മോള്. ഈ മോള് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അങ്കിളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ വിശ്വാസമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്തോ മോളെ കാരണം? ഈ കുട്ടി എനിക്കറിയത്തില്ല. ഈ കുട്ടി ഏതോ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്നെ അറിയാം. യൂട്യൂബിൽ തപ്പി നമ്പർ എടുത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ മോളെ കാരണം? അങ്കിളെ 13 വയസ്സുള്ള എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ഇത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7-ലോ 8-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പയ്യനുമായിട്ട്, തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്, ഇവരിങ്ങനെ ഒരുമിച്ച് നടന്ന് സംസാരിച്ച് വരികയാണ്. അപ്പോൾ ഇത് വിശ്വാസികളുടെ വീടാണെന്ന് ഓർത്തോണം. ഈ വീടിൻ്റെ തൊട്ടടുത്ത് വേറൊരു വീട്ടുകാരനുണ്ട്. അവൻ ഇത് കണ്ടു. ആര്? ഈ മോളും പയ്യനും സംസാരിച്ചു വരുന്ന കണ്ടു. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട്, മലയാളിയാണല്ലോ, പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ലഭിച്ചവനാണ് പുള്ളി, ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ഇതേണ്ടേ നിങ്ങളുടെ മകൾ ഒരു പയ്യനുമായി നടന്നു വരുന്നു, ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടു. ആ വാക്കാണ് പ്രധാനം. ഇത് കേട്ടാൽ ആരെന്തൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടു. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? ഉടനെ തന്നെ
തൊഴിലുറപ്പ് പദ്ധതിയും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ അമ്മ ഉടനെ തന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഈ മകൾ നിൽക്കുന്നു. മോളത്തെ ചോദിച്ചു, എപ്പോഴേടി നീ സ്കൂളിൽ നിന്ന് വന്നത്? ഞാൻ ഇത്ര മണിക്ക് വന്നു. നീ ആരുടെ കൂടെ വന്നു? ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഇല്ല, നീ ആരുടെ കൂടെ വന്ന? നിന്ന ആൾ പറഞ്ഞു, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ, അവനും സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് സംസാരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഈ മറ്റേ ആദ്യം ഇൻഫർമേഷൻ കൊടുത്ത പാർട്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി നോക്ക്, നിങ്ങളുടെ മകൾ ഇന്നിട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളർ ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സ്ക്രൂ. അപ്പോൾ ഈ അമ്മ നോക്കിയപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ അത് തന്നെ. വേറെ ഒന്നും നോക്കിയില്ല, ഈ മകളെ എടുത്തിട്ട് അങ്ങ് അടിച്ച് തറയിലൂടെ ഇങ്ങനെ വലിച്ചഴച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് ഈ അമ്മ ഉടനെ തന്നെ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, അവളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത വീട്ടിലെ ഇന്ന ചേട്ടൻ കണ്ടു, നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കും. അപ്പോൾ ഇദ്ദേഹം പോയി ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടു. ഉടനെ തന്നെ ഈ അപ്പൻ വന്നപാടെ തന്നെ ഈ അപ്പനും ചൂല് എടുത്ത് അതിനെ തിരിച്ചു വെച്ചിട്ട് ചൂല് വെച്ച് ഈ മകളെ അടിച്ചു. ഈ മകൾ നിലവിളിച്ച് പലവട്ടം പറഞ്ഞു, പപ്പ, മമ്മി, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നെന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക, പലവട്ടം പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് ഓർത്ത് മാതാപിതാക്കന്മാർ വീണ്ടും അവളെ എടുത്തിട്ട് അടിച്ചു. ചിലരങ്ങനെയാണല്ലോ, എപ്പിസോഡ് തീർക്കത്തില്ല, ഒരടി കൊടുത്തു കഴിഞ്ഞാൽ അത് തീർക്കത്തില്ല, പിന്നെ അതിൻ്റെ പിന്നാലെ. അപ്പോൾ ഇവൾ അവസാനം 2-3 വട്ടം ശ്രമിച്ചു. ഷീ ട്രൈഡ് 2 or 3 times ഫോർ സൂയിസൈഡ്. 3 വട്ടം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് അവസാനം ഇവൾ എന്നെ വിളിച്ചു, അങ്കിളെ, എൻ്റെ അച്ഛനും അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു, സ്പീക്കർ ഫോണിലിടാൻ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. ഈ അച്ഛനും അമ്മയും അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. ഈ അച്ഛനും അമ്മയും പറയുന്ന, സാറിന് അറിയത്തില്ല, അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവളെ പിന്നെ ഞങ്ങൾ അടിക്കാതെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വിശ്വാസമുണ്ടോ? സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെയൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത വീട്ടിലെ മറ്റേ ചേട്ടൻ്റെ വിശ്വാസമുണ്ടോ? അപ്പോൾ അവരൊന്നും എങ്കിൽ പിന്നെ മകളെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു ദൈവദാസൻ. എന്താ പറഞ്ഞത്? അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിട്ട്, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ദൈവദാസൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാണെന്ന്. അപ്പോൾ ദൈവദാസൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഈ സഹോദരൻ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. നിങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വിശ്വസിച്ചത്. ആണോ അല്ലയോ? എന്നിട്ട് സ്വന്തം മകളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നാളെ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ഈ കൊടുത്ത അടിയും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 2-3 മണിക്കൂർ സംസാരിക്കേണ്ടി വന്നു. എന്തായാലും മാതാപിതാക്കന്മാർ അല്പം നടങ്ങി. പിന്നെ ചില കാര്യങ്ങളൂടെ പറഞ്ഞു കൊടുത്ത് ദൈവം സഹായിച്ച് ആ മോള് പിന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ആ വീട്ടിൽ കോണ്ടാക്ട് ചെയ്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ഈ തെറ്റ് ചെയ്യാത്തവരാരുമില്ല, പക്ഷേ അവരെ ഒന്ന് മനസ്സ് തുറന്നൊന്ന് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. സ്വീകരിക്കാൻ പഠിക്കണം. കർത്താവ് സ്വീകരിച്ചതുപോലെ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഭാര്യമാരോട് ഞാൻ പറയട്ടെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുമ്പോൾ ചാടിക്കേറി വടിയും തടിയെടുത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കാതെ ഒന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഏറെ വിഷമം തോന്നിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. മെനഞ്ഞാന്നുണ്ടായി. അതായത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു പയ്യനാണ് ആ അച്ഛൻ. കാരണം എന്തെന്നറിയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരാണോ സ്ത്രീകളാണോ? പുരുഷന്മാരാ. ഡു യു നോ വൈ? എന്തുകൊണ്ടെന്നറിയാമോ? മാനസിക സമ്മർദ്ദം പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ. 2 പേർക്കും ഉണ്ട്. പക്ഷേ ഈ മാനസിക സമ്മർദ്ദം, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് പ്രഷർ ഇങ്ങനെ തലേ വന്ന് കിടക്കുകയെ. ഇതൊന്ന് പുറത്തു വിടാനായിട്ട് പുരുഷന്മാർക്ക് ഒരു വഴിയില്ല. സ്ത്രീകൾക്ക് എന്തെല്ലാം വഴിയുണ്ട്. റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ആശ്വാസം വരും. ഇനി ഒന്നും പറ്റിയില്ല, ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. പല കാര്യങ്ങൾ. ഇനി അതും പറ്റിയില്ല, പിള്ളേരെ വിളിച്ചിരുത്തി, മക്കളെ ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടണം, ആനാണ് പുന്നാണെന്ന് പറഞ്ഞാൽ ഇനി അതും പറ്റിയില്ലേ. ഇപ്പോൾ പിന്നെ വേറൊരു ഇതുണ്ട്, നേരെ ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, അവൻ ഇങ്ങോട്ട്. ഇപ്പോൾ ചിലരങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗമുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇരുന്നൊന്ന് കരഞ്ഞു തീർക്കാം. പക്ഷേ നിങ്ങൾ സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭർത്താക്കന്മാരുടെ ഹൃദയവും മാംസമുള്ള ഹൃദയമാണ്.
ഇവിടെ ഇരിക്കുന്ന മറ്റേ ഹിറ്റ്ലറിൻ്റെ മക്കളൊന്നുമല്ല, വളരെ സാധാരണക്കാരാണ്. കാണുമ്പോൾ മറ്റേ മീശയൊക്കെ വെച്ച് പുലികളെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ, പഞ്ചപാവങ്ങളാണ്. കാരണം ഭർത്താക്കന്മാരും പുരുഷന്മാരും പ്രശ്നങ്ങൾ നേരിടും, നമ്മളത് അറിയത്തില്ല. പക്ഷെ അവർക്ക് കരയാൻ അവസരമില്ല വീട്ടിൽ. ഇടയ്ക്കൊരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, എൻ്റെ ബ്രദറെ വീട്ടിൽ കരയാൻ പോലും എനിക്ക് അവകാശമില്ല. ഇദ്ദേഹം അത്രയും പ്രശ്നത്തിലൂടെ കടന്നു പോവുക. പുള്ളി പറയുക, ഞാനെങ്ങാനും കരഞ്ഞാൽ അവൾ ഉടനെ വന്ന് കളിയാക്കും, നാണമില്ല ഇരുന്ന് കരയാൻ മീശയും വെച്ചിട്ട്, നിങ്ങളൊരു വിശ്വാസിയല്ലേ എന്ന്. കർത്താവ് പോലും കരഞ്ഞു, ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് സഹോദരിമാരെ, ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് വിഷമം വരുമ്പോൾ അവരിരുന്ന് കരയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ചൊറിയാനൊന്നും പോകരുത്, മാറി നിന്നാൽ മതി. ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കുക, മാറി നിൽക്കുക. കഴിഞ്ഞ ദിവസം വേറൊരിടത്ത് പോയപ്പോൾ ഞാനിത് പറഞ്ഞതിന് ശേഷം, ഞാൻ ഈ സന്ദേശം കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ എൻ്റെ അടുത്തൊന്ന് കരഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം എന്നോടൊന്ന് പറയാം, ബ്രദർ പറഞ്ഞ വളരെ ശരിയാണ്, എനിക്ക് വീട്ടിൽ കരയാൻ അവകാശമില്ലാത്തതുകൊണ്ട് മഴ വരാൻ കാത്തിരിക്കും. ഞാൻ മഴ വരുമ്പോൾ ഞാൻ ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കും എടുത്ത് റോഡിലൂടെ ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പല കിലോമീറ്ററുകൾ യാത്ര ചെയ്യാറുണ്ട് സാറേ. മനുഷ്യന് കരയാനോ ചിരിക്കാനോ പോലും അവസരമില്ലാത്ത ഒരു വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് എത്ര വർഷമായി. ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത എന്നും വലതുഭാഗത്ത് പ്രമോദമാണ്. ആവശ്യമില്ലാത്ത കോമഡികൾ കണ്ട് ചിരിക്കാൻ ആളുകളുണ്ട്. ദൈവസന്നിധിയിൽ വരുന്നതിന് ആശ്വസിക്കാൻ ആളില്ല, താല്പര്യമില്ല. നമ്മുടെ വീടാകണം ആശ്വാസത്തിൻ്റെ കേന്ദ്രം, നമ്മുടെ ഭവനമാകണം ഹൃദയം തുറക്കുന്ന സ്ഥലം, നമ്മുടെ സഭയാകണം ഹൃദയം തുറക്കുന്ന വേദി. നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒരു തെറ്റൊക്കെ ചെയ്തു പോയാൽ പ്രിയ സഹോദരങ്ങളെ, ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയില്ല, പക്ഷേ എപ്പോഴും ഡോർ തുറന്നിടണം. എന്തിനെന്നറിയാമോ? എന്നെങ്കിലും ഒരു നാൾ അവൻ തിരിച്ചു വരും. സ്വർഗത്തിലെ ദൈവം അത് തുറന്നിട്ട വാതിൽ പോലെ ഈ മകൻ തിരിച്ചു വരാനായിട്ടിടയായിത്തീരും. ഞാനിത് പറഞ്ഞ് എൻ്റെ വിഷയം അവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യം വായിച്ചോടെ എഴുതി വച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകൻ കയറി വന്നു. 28ാമത്തെ വാക്യം. 15 ലൂക്കോസ് 15:28. അപ്പോൾ അവൻ കോപിച്ച് അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. മതി. ഈ മകൻ അകത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വേറൊരു മകൻ, അവനിങ്ങനെ വെളിയിൽ നിന്ന് വന്നപ്പോഴുണ്ടാ ഇവിടെ ഭയങ്കര സന്തോഷവും ബഹളവും. എന്താണ് സംഭവം? അത് നിൻ്റെ സഹോദരൻ വന്നു. വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവ സന്തോഷിക്കുകയല്ലേ ചെയ്തു. പിന്നെ അവൻ്റെ മനസ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്തോ ചെയ്തു? അവൻ കോപിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അത് പ്രധാനമാണ്. കോപിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അകത്ത് കിടപ്പാൻ മനസ്സിലാതെ വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഇവൻ പറയുന്ന വാക്ക് ഇതാണ്, അപ്പോൾ ഇത്ര കാലം ഞാൻ നിന്നെ സേവിച്ചു, അടുത്ത് നിന്റെ കൽപ്പന ഒരിക്കൽ പോലും ലംഘിച്ചിട്ടില്ല. ചോദ്യം ഇതാണ്, ഇവൻ കൽപ്പന ഒന്ന് ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ? എപ്പോഴെങ്കിലും കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇവൻ ബ്രദറുകാരനാണെന്നുള്ള 100% ഉറപ്പാണ്. കാരണം എന്നറിയാം, ഒരു പ്രത്യേക സ്വഭാവം അവനുണ്ട്. ഇവൻ എന്തോ ചെയ്യുന്നതെന്നറിയാമോ? ഇവൻ പറയാണ്, ഞാൻ അങ്ങയുടെ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. പറ, ഇവൻ എന്തോ ഇവൻ എന്ത് കൽപ്പനയാണ് ലംഘിച്ചത്? ഒന്ന് ആലോചിക്കുക. കോപിച്ചു. വേറെ ഈ അപ്പൻ ഇവനോട് എന്താണ് പറയുന്നത്? ഈ അപ്പൻ 100 വട്ടം നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഈ അപ്പൻ ഇവനോട് എന്താണ് പറയുന്നത്? അപ്പൻ ഇവനോട് പറയുന്നത്, ഈ അച്ഛൻ ഇവനോട് പറയുന്നത്, അപ്പൻ അവനെ ഈ അപ്പൻ വീട്ടിന് വെളിയിൽ വന്നിട്ട് ഇവൻ അപ്പൻ ഈ മകനോട് പറയാണ് എന്ത് ചെയ്യാൻ? എന്തോ അപേക്ഷിക്കുന്നു? അപ്പൻ പുറത്ത് വന്ന് അവനോട് അപേക്ഷിക്കുന്നു. എന്തപേക്ഷിക്കുന്നു? എടാ മോനെ നീ ഒന്ന് അകത്ത്, എടാ മോനെ നീ ഒന്ന് അകത്ത് കയറടാ. ഇവൻ വെളിയിൽ നിന്നിട്ട് പറയാണ്, ഞാൻ അങ്ങയുടെ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. ഉടനെ അപ്പൻ പറയാണ്, എടാ അകത്ത് കയറടാ. ഇവൻ പറയാണ്, ഞാൻ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. ഇവൻ കൽപ്പന ലംഘിച്ചിട്ടാണ് വെളിയിൽ നിൽക്കുന്നത്. എന്താണ് കൽപ്പന? കേരള അകത്തെന്നുള്ള കൽപ്പന. അതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ ബ്രദറുകാരൻ തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ്, കൽപ്പന ലംഘിച്ചിട്ട് പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് ഇവിടെ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ദേവദാസൻ ചൂണ്ടിക്കാണിച്ച്, എടാ നീ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാനാണ് ഇവിടെ ഉള്ളതിൽ. ഈ അപ്പൻ വെളിയിൽ വന്ന് നിന്ന് അപേക്ഷിക്കുകയാണ്.
ഈ കഥ അവസാനിക്കുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം. അതായത് ഇതിനു മുൻപുള്ള 2 ഉപമകളിൽ ഈ കാണാതെ പോയതിനെ കണ്ടു കിട്ടിയപ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ചു. പക്ഷേ ഇതിൽ മാത്രം ഈ കഥ അവസാനിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഈ കഥ അവസാനിക്കുന്നത് ഈ പിതാവ് വെളിയിൽ നിൽക്കുന്നു, അകത്തോട്ട് കയറാൻ അപേക്ഷിക്കുന്നു, മറ്റവൻ വെളിയിൽ നിൽക്കുന്നു, ഒരുത്തനകത്ത്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് തന്നെ. അതായത് ഈ കഥ മാത്രമേ ഒരു ശരിയായിട്ടുള്ള ക്ലൈമാക്സ് ഇല്ലാതെ, എൻഡിങ് ഇല്ലാതെ അങ്ങ് അവസാനിക്കുക. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ മകൻ പറയുക, ഈ പിതാവ് പറയുക, നമ്മൾ ആനന്ദിക്കേണ്ടതല്ലേ, നീ ഒന്നകത്ത് കയറ്. ഇവൻ അപ്പോഴും വെളിയിൽ നിൽക്കുകയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്തെന്നറിയാമോ? ഏതൊരു കാലത്തും ഒരുത്തനകത്ത് കയറുമ്പോൾ ബാക്കി പറ, അടുത്തവൻ പുറത്തു പോവും. ഈ രോഗം എപ്പോഴേ തീരത്തുള്ളൂ? കർത്താവിൻ്റെ 2ാം വരവ് വരെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സംഭവത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. വളരെ വേദനയാണ്, പക്ഷെ അതിനകത്തൊരു നല്ല കാര്യമുണ്ട്. എന്തെന്നറിയാമോ? കർത്താവിൻ്റെ 2ാം വരവ് വരെയും കർത്താവ് ഈ ഭവനം തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം. ശരിയായ മാനസാന്തരപ്പെട്ട ആർക്കും കയറാൻ പറ്റിയ ഒരു ഭവനം. അതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമാകുന്ന ഹൃദയം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകാൻ സാധ്യതയുള്ളപ്പോൾ, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകളയരുത്. കർത്താവേ, എന്നെ അവിടെ നിന്ന് ശരിയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങൾ 51:2 കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 51:2. എൻ്റെ ബാല്യപ്രായത്തിൽ, എൻ്റെ കൗമാരപ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനങ്ങൾ 51:2. വായിക്കാം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. മതി. എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്കാണ്. ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? എന്നെ നന്നായി കഴുകി. ഈ നന്നായി കഴുകുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നന്നായി കഴുകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണ് ഈ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത്. പണ്ട് വാഷിംഗ് മെഷീനല്ല, മറ്റേ കല്ലാണ്. കല്ലിൽ സഹോദരിമാരെ എടുത്തിട്ട് അങ്ങ് അടിക്കും. അന്നാണ് അവരുടെ ഈ ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ തീരുന്ന ദിവസം. വലിയ നിറയെ നീളമുള്ള വസ്ത്രങ്ങളാണെങ്കിൽ എടുത്തിട്ട് അടിച്ചങ്ങ് തീർക്കും. ഓക്കെ, എന്തായാലും അതിരിക്കട്ടെ. ഈ നന്നായി കഴുകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ ഉടുപ്പിൽ ഒരു കറ പറ്റി. ഇപ്പോൾ സാധാരണ അടിക്കുന്നത് പോലെ ഇങ്ങനെ അടിച്ചിട്ട് കഴുകി പിഴിഞ്ഞെടുക്കും. പക്ഷേ ഈ ഉടുപ്പിന് നാക്കൊണ്ടെന്നങ്ങ് വിചാരിച്ചോ. അപ്പോൾ ഈ ഉടുപ്പ് പറയാണ്, അവിടെ അല്പം കൂടെ ഒരു പാടുണ്ട്, അതുകൂടെ കഴുകണം. അപ്പോൾ ഈ സഹോദരിമാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത്രയും ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ കല്ലിലിട്ടങ്ങ് ഉരയ്ക്കും. ഈ ഡ്രസ്സിന് നാക്കുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് പറയും, അയ്യോ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, അത്രയും ഭാഗം മാത്രം ഇട്ട് ഉരയ്ക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് പറയും. പക്ഷേ ഉടനെ കഴുകുന്ന ആൾ പറയും, ഇതിൻ്റെ അഴുക്ക് കൂടെ തീർന്നാലേ നിന്നെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥലത്ത് നിന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഉടുപ്പ് പറയും, എങ്കിൽ കുഴപ്പമില്ല, നല്ലവണ്ണം ഉരച്ചോ, എനിക്ക് വേദനിക്കുന്നുണ്ട്, പക്ഷേ എന്നെ നല്ലവണ്ണം ഉരച്ച് കഴിയിക്കോ. ഇനി എന്നെ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞോ, എന്നെ എടുത്തിട്ട് നല്ലവണ്ണം വെയിലത്തങ്ങിട്ടോ, എങ്ങനെ എന്നെ ശരിയാക്കാൻ പറ്റുമോ ആ വഴിയിലൂടെയൊക്കെ എന്നെ വിടുകർത്താവേ, എനിക്കൊന്ന് നന്നായാൽ മതി. പ്രിയ സഹോദരങ്ങളെ, ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. അതായത്, കർത്താവേ എന്നെ അടിക്കുന്നെങ്കിൽ അടിച്ചോ നീ. നമ്മൾ പറയുന്ന അടിക്കരുതെന്നാണ്. നേരെ തിരിച്ച് പ്രാർത്ഥിക്കണം. ഈ ഹൃദയത്തിൽ ആഗ്രഹം ഉള്ളത്, കർത്താവേ എനിക്ക് എങ്ങനെയെങ്കിലും നന്നായാ മതി, എന്നെ ഒന്ന് അടിക്കുന്നെങ്കിൽ അടിച്ചോ, എന്നെ ഒന്ന് പിഴിയുന്നെങ്കിൽ പിഴിഞ്ഞോ, എന്നെ കഷ്ടതയിലൂടെ കടത്തിവിടാനാണ് അങ്ങേക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ ഒന്ന് വിട്ടോ. പക്ഷേ എങ്ങനെ എന്നെ കടത്തിവിട്ടാലും അവിടുത്തെ സന്നിധിയിൽ നിഷ്കളങ്കനായി നിൽക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹം എന്ന് പറയുന്നത് വിജയകരമായി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വീണും എഴുന്നേറ്റും കരഞ്ഞും നിലവിളിച്ചും ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ പാപങ്ങളിലോട്ട് പോയി ചാടി മനസ്താപത്തോടെ കഴിഞ്ഞകാല പാപത്തിൻ്റെ ആ ഒരു ഭാരത്തോടു കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവേ എന്നെ ഒന്ന് ശരിയാക്കണമേ എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടെ ഒരാൾ ആഗ്രഹിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് നമുക്ക് സാധിപ്പിച്ചു തരും. വരും ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അതാകട്ടെ. കർത്താവേ എന്നെ നന്നായിട്ടൊന്ന് കഴുകണമേ.
അങ്ങയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാത്രങ്ങളായി എന്നെ ഉപയോഗിക്കേണ്ടതിന് എന്തൊക്കെ എന്നെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് എന്നെ ഒന്ന് ശരിയാക്കണം കർത്താവേ. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാവുള്ളൂണ്ടല്ലോ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക പോലുമില്ല. ഈ മകൻ മടങ്ങി വന്നപ്പോൾ ആ ഭവനത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പിതാവ് വന്നു. മരണവീടായിരുന്നു, പക്ഷേ അത് പിതാവ് പറയുന്നുണ്ട്, ഈ വീട് മരണവീട് പോലെ ആയിരുന്നു. ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ തിരിച്ചു വന്നല്ലോ. പിതാവിൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന ദിവസമാക്കി ഈ രാത്രി തീരാനായിട്ട് കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.